ഇന്ന് കർത്താവിൻ്റെ പാദത്തിലേക്ക് നമ്മൾ അടുത്തു വരികയാണ്. തിരുവചനത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ചിന്തിച്ച് തുടങ്ങേണ്ടതിനായി എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ച് നമുക്ക് ആരംഭിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ച് നമുക്ക് ആരംഭിക്കാം. ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലായി ശ്രദ്ധിക്കുന്നവർ ഒരുമിച്ച് ഇന്ന് ദൈവത്തിങ്കിൽ നിന്ന് നമുക്ക് പ്രാപിച്ചു മടങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. എബ്രായ ലേഖനം 12-ന്റെ 1-2 വാക്യങ്ങൾ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള വരവിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം മാനവവർഗത്തെ വിടുവിക്കുക എന്നതായിരുന്നു. ആയതിനു വേണ്ടി താൻ ഇവിടെ വരികയും തൻ്റെ മുമ്പിലുണ്ടായിരുന്ന ലക്ഷ്യത്തിനു വേണ്ടി താൻ ഓടുകയും ചെയ്ത ചരിത്രം ഇത് നമ്മെ സൂചിപ്പിക്കുന്നു. ആകയാൽ എന്ന വാക്കുകൊണ്ട് എബ്രായ ലേഖനം 12-ാം അധ്യായം ആരംഭിക്കുന്നതിനാൽ അതിൻ്റെ പിൻപിലുള്ള ഒരു അധ്യായത്തിൻ്റെ പശ്ചാത്ഭാഗത്തിലാണ് ഇത് ചിന്തിക്കേണ്ടത്. അതിൻ്റെ പിൻപിലുള്ള അധ്യായം ഓരോ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഓടുവാൻ ദൈവം വിളിച്ചവർ ഓടി തികച്ച വിശ്വസ്തന്മാരുടെ ഒരു നീണ്ട പട്ടികയാണ്. കർത്താവായ യേശു തന്നെ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഓടുകയും വിരുദ് കരസ്ഥമാക്കുന്നത് വരെ, കാര്യം സാധിക്കുന്നത് വരെ അതിനുവേണ്ടി ഓടുകയും ചെയ്തു. പഴയ നിയമഭക്തന്മാർ ഒരു വലിയ വിഭാഗം ആളുകളുടെ ചരിത്രം 11-ാം അധ്യായത്തിൽ ചേർത്തു. അവരൊക്കെയും അവരുടെ മുമ്പിൽ കൊടുത്തിരുന്ന ടാർഗറ്റിലേക്ക് ഓടി വിരുദ് പ്രാപിച്ചു. അതിൻ്റെ അന്തത്തിൽ ലഭിക്കേണ്ട പ്രതിഫലം ലഭിക്കാതെ അവർ നമുക്കായി കാത്തു നിൽക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം ഞാൻ ഒന്നുകൂടെ വേഗത്തിൽ ഓർപ്പിക്കട്ടെ. പഴയ നിയമഭക്തന്മാർ പലരും ഹാബേൽ മുതൽ നീണ്ട ഒരു പട്ടിക എല്ലാവരും തങ്ങളുടെ മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം ഓടി. വീണുപോയവരെ എടുത്തു കാണിക്കാതെ വീഴാതെ ഓടിയവരെ 11-ാം അധ്യായം ചിത്രീകരിച്ചു. ഇവരെല്ലാവരും ഓട്ടം തികച്ചെങ്കിലും പ്രതിഫലത്തിൻ്റെ പൂർണ്ണത പ്രാപിച്ചില്ല. നാം കൂടെ ചെന്ന ശേഷം അത് പ്രാപിക്കേണ്ടതിന് അവർ കാത്തു നിൽക്കുകയാണ്. ആരംഭത്തിങ്കൽ നമ്മൾ തൊട്ടു തുടങ്ങി നമ്മുടെ കർത്താവായ യേശു തനിക്കും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിലേക്ക് താൻ ഓടി. താനും ആ ലക്ഷ്യത്തിലെത്തിയെങ്കിലും ചെയ്യേണ്ടത് സകലതും ചെയ്തെങ്കിലും അതിൻ്റെ പൂർണ്ണ വിരുദ് അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണത പ്രാപിക്കുന്നത് നമ്മളും കൂടെ ചെന്നിട്ടേ ഉള്ളൂ. തൻ്റെ മക്കളായി നമ്മെ ഇവിടെ വീണ്ടും ജനിപ്പിച്ചു. തൻ്റെ കാന്തയായി നമ്മെ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഒടുവിലെ വിശുദ്ധ വിവാഹം നടക്കുന്ന ദിവസം, അന്ന് രാജാവും മണവാട്ടിയും ഒരുമിച്ച് ഉല്ലസിക്കുന്ന ആ ദിവസത്തിലേക്ക് യേശു കാത്തിരിക്കുന്നു. ഒരു വശത്ത് പഴയ നിയമഭക്തന്മാർ മുഴുവനും വിരുദിൻ്റെ പൂർണ്ണത ഏറ്റെടുക്കേണ്ടതിന് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. യേശു തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം ഓടി തികച്ച ശേഷം അതിൻ്റെ സന്തോഷത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി നാം ചെല്ലുവാൻ കാത്തിരിക്കുന്നു. ഒരു വലിയ ഉത്തരവാദിത്വം നമ്മുടെ മേലിട്ടുകൊണ്ട്, ശ്രേഷ്ഠകരമായ ഒരു പ്രത്യാശ നമ്മിൽ വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്ന 2 വാക്യങ്ങളാണ് എബ്രായർ 12-ന്റെ 1-2 വാക്യങ്ങൾ. യേശു ഒരു പൂർണ്ണ മനുഷ്യനും അതേസമയം പൂർണ്ണ ദൈവവുമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിനാൽ മറ്റെല്ലാവർക്കുമുള്ള അനുഭവങ്ങൾ യേശുവിനുമുണ്ട്. പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ. പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ വന്നെങ്കിലും അതിനകത്ത് കുടുങ്ങിപ്പോകാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടവൻ. ധനത്തിൻ്റെ മോഹം തൻ്റെ പുറകെ വന്നതാ. അധികാരത്തിൻ്റെ ഭ്രമം തന്നെ ബാധിച്ചിട്ടില്ല. തൻ്റെ പുറകെ വന്ന സകല പാപങ്ങളെയും താൻ ജയിച്ചവനാണ്. എന്തിന്? ബൈബിൾ ചുരുക്കി പറയുന്നു, ഒരിക്കൽ ജനിക്കുകയും പിന്നൊരിക്കൽ മരിക്കുകയും എല്ലാ മനുഷ്യർക്കും വേണ്ടി ദൈവം വെച്ചതാകയാൽ യേശു പോലും നമ്മിൽ ഒരുവനെപ്പോലെ ജഡത്തിൽ ജനിക്കുകയും ജഡത്തിൽ മരിക്കുകയും ചെയ്തവനാണ്. നമുക്ക് തുല്യമായി കടന്നുപോയവനായി യേശു തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടിയെങ്കിൽ, പഴയ നിയമഭക്തന്മാർ അവരുടെ മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടിയെങ്കിൽ, നാമും നമ്മുടെ മുമ്പിലുള്ള ഓട്ടം സ്ഥിരതയോടെ ഓടിയേ മതിയാകും. എന്താ ഈ മുമ്പിൽ വെച്ചിരുന്ന ലക്ഷ്യം? കർത്താവായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ മാനവവർഗത്തിൻ്റെ വിടുതലിന് വേണ്ടി
ഒരായുസ് കൊണ്ട് 33.5 വർഷം കൊണ്ട് തികയ്ക്കേണ്ട ദൗത്യങ്ങൾ പിതാവായ ദൈവം തന്നെ ഏൽപ്പിക്കുകയും ഏറ്റെടുത്ത ദൗത്യവുമായി യേശു ഈ ഭൂമിയിലേക്ക് വരികയും അത് തികയ്ക്കുകയും ചെയ്തു. മറക്കരുത്. നമുക്കിതോട് ചേർന്ന് എബ്രായ ലേഖനം തന്നെ 10-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 10:14. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഏകയാഗത്താൽ സൽഗുണ പൂർത്തി വരുത്തി. പൂർത്തീകരിക്കുക എന്നതാണ് എൻ്റെ ഏറ്റവും പ്രധാന വാക്യം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക എന്ന ആശയമാണ് 2-ാമത്തെ വാക്യത്തിൽ നിന്ന് ഞാൻ എടുത്തു കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. താൻ തൻ്റെ ഏകയാഗത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി, തന്നെ അനുഗമിക്കുവാൻ തീരുമാനിച്ച നമുക്ക് വേണ്ടി പൂർത്തീകരണം വരുത്തിയവനാണ്. ആ വരുത്തിയവനായ യേശുവിനെ നോക്കുക. നമുക്ക് ഈ ഭാഗമൊന്ന് മനസ്സിലാക്കേണ്ടതിനായി എബ്രായ ലേഖനം എന്ന ഇന്ന് നമ്മൾ വായിച്ച ലേഖനത്തെക്കുറിച്ച് ചില വാക്കുകൾ പറഞ്ഞേ മതിയാകുള്ളൂ. എബ്രായ ലേഖനത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഒന്ന്, ഇത് എഴുതിയിരിക്കുന്നത് എബ്രായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ്. എബ്രായ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒറ്റയ്ക്കൊരു മനുഷ്യനായി അബ്രഹാമിനെ ദൈവം പണ്ടൊരു കാലത്ത് വിളിച്ചു വേർതിരിച്ച ശേഷം ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കുമെന്ന് പറഞ്ഞ് അബ്രഹാമിൻ്റെ കൊച്ചുമക്കളായി ജനിച്ചു വളർന്ന ആ ഒരു ജനതയെ, സാക്ഷാൽ യഹൂദനെയാണ് എബ്രായർ എന്ന പേരിൽ ഇവിടെ അർത്ഥമാക്കുന്നത്. എബ്രായൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഓടിപ്പോയവൻ, വിട്ടിറങ്ങിയവൻ, പരദേശി എന്നിത്യാദി അർത്ഥങ്ങളാണ്. ഒന്നുകൂടെ പറയാം. വിട്ടിറങ്ങിപ്പോയവൻ, സ്വന്തം ദേശം വിട്ടുപോയവൻ, ഓടിപ്പോയവൻ, ആരുടെയും അല്ലാത്തവൻ, പരദേശിയായി നടക്കുന്നവൻ എന്നിത്യാദികളാണ് എബ്രായർ എന്ന വാക്കിൻ്റെ അർത്ഥം. അബ്രഹാമിനെ ദൈവം ഏകനായി വിളിക്കുമ്പോൾ നിന്റെ സ്വദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞ വിളി കേട്ട് തേജോമയനായ ദൈവത്തെ അനുസരിച്ച് ഒറ്റയ്ക്ക് മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. മച്ചിയായ തൻ്റെ ഭാര്യ തന്നോടുകൂടെ നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും, നീ എന്നെ അനുഗമിച്ച് ഇറങ്ങി വാ. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്ന 2 നദികൾ അബ്രഹാം കടന്ന് ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ചു. അക്കാലത്തെ പ്രമാണങ്ങളിൽ അല്ലെങ്കിൽ നാട്ടുകാരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നദി കടക്കുന്നത് കുറ്റകരമാണ്. അവനവൻ ജനിച്ച കരയിൽ തന്നെ താമസിച്ച് മരിക്കണം. അതായിരുന്നു അന്നത്തെ തത്വം. ഒരു നദി കടന്നു പോയാൽ മറ്റാരും അവനെ അറിയുന്നവർ കാണത്തില്ല. അവൻ സ്വന്തം ദേശം വിട്ടുപോയി അന്യനും പരദേശിയുമാണ്. അവരെ എബ്രായർ എന്ന് വിളിക്കും. ഇങ്ങനെ എബ്രായർ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം സ്വദേശത്തെയും പിതൃഭവനത്തെയും വിട്ടുപുറപ്പെടുവാൻ ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തു. അദ്ദേഹം 2 മഹാനദികൾ കടന്ന്, യൂഫ്രട്ടീസ്, ടൈഗ്രീസ് 2 മഹാനദികൾ കടന്ന് യാത്ര ചെയ്യുകയും കണ്ടു നിന്നവർ അദ്ദേഹത്തെ കളിയാക്കി ആക്ഷേപിച്ച് വിളിച്ച പേരാണ് എബ്രായൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ തുടർന്ന് വായിക്കുമ്പോൾ 39-ാം അധ്യായത്തിൽ വായിക്കുന്നില്ല. 39-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിൻ്റെ കൊച്ചുമക്കൾ വളർന്നു. അവർക്കും എബ്രായർ എന്ന് പേരായിരുന്നു. ഇസഹാക്ക്, യാക്കോബ്. യാക്കോബിൻ്റെ കാലമൊക്കെ ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തിനൊരു 12 മക്കളുണ്ട്. അതിക്കവിഞ്ഞ് ഒന്നുമില്ല. പക്ഷേ ഈ പേരവർ കളഞ്ഞില്ല. എബ്രായർ എന്ന പേരവർക്കുണ്ട്. അധികം ആളുകൾ അവരുടെ കൂട്ടത്തിലില്ല. വളരെ ചുരുക്കം പേരേ ഉള്ളൂ. അവരെ നാട്ടുകാർ വിളിച്ചിരുന്നത് എബ്രായർ എന്നാണ്. 39-17 വരുമ്പോൾ പൊത്തിഫേറിൻ്റെ ഭവനത്തിലേക്ക് ജോസഫിനെ വിറ്റുപോയ സാഹചര്യത്തിൽ പൊത്തിഫേറിൻ്റെ ഭാര്യ ജോസഫിനെ തീരെ അപമാനിച്ച് കാണിക്കേണ്ടതിന് തൻ്റെ ഭർത്താവിനോട് പറയുന്ന ഒരു പദമാണ്, അല്ലെങ്കിൽ തൻ്റെ ആളുകളോട് പറയുന്ന പദമാണ്, ആ എബ്രായനായ ആ കൊച്ചൻ എന്നെ അപമാനിപ്പാൻ വന്നു. സാധാരണക്കാരൻ ഒരുവൻ അപമാനിക്കുന്നത് പോലെയല്ല, ഇവനൊരു എബ്രായന. ആ ചെറിയ പ്രായത്തിൽ അബ്രഹാമിന് കിട്ടിയ കളിയാക്കുന്ന പേര് വഹിച്ചവനാണ് ജോസഫും. തീരെ അപമാനിക്കപ്പെട്ടവരായി, തീരെ തിരസ്കരിക്കപ്പെട്ടവരായി എബ്രായർ യാത്ര ആരംഭിച്ചു. ദൈവം എബ്രായരോട് കൂടെ ഇരുന്നു. ദൈവം എബ്രായരെ വളർത്തി. ഇന്നിതിനകത്തിരിക്കുന്ന പലരും വീടുകളിൽ നിന്ന് ഒറ്റയ്ക്കിറങ്ങിയവരും, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ഒരു കൊച്ചു കുടുംബമായി ഇറങ്ങിയവരും, ദൈവത്തെ സേവിക്കേണ്ടതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതിനാൽ അപമാനിക്കപ്പെടുന്നവരുമായി ഇതിനകത്തുണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും പ്രതീകമാണ് എബ്രായൻ എന്ന പേര്. ആ ആശയം നിങ്ങൾക്ക് നന്നായി മനസ്സിലാകും. ഭൂമിയിൽ ആകപ്പാടെ എണ്ണപ്പെട്ട വ്യക്തികൾ മാത്രമുള്ളപ്പോൾ ഇസഹാക്കിന് 2 മക്കൾ ജനിച്ചു. അതിൽ ഇളയവനാണ് കുടുംബത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടവൻ. അവന് വെറും 12 മക്കളുള്ള കാലം. അധികം ആളുകളൊന്നും ഇല്ല. അവരെപ്പോലും കളിയാക്കി വിളിച്ചിരുന്ന പേരാണ് എബ്രായൻ.
നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളുകളിൽ ഒറ്റപ്പെടുമ്പോൾ, ഞാനും നിങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെടുമ്പോൾ, നാം ഒറ്റപ്പെട്ടവരിൽ ആദ്യന്മാരല്ല. നമ്മുടെ പുറകിലൊരു ചരിത്രമുണ്ട്, മറക്കരുത്. പാളയത്തിൻ്റെ പുറത്ത് വെച്ച് കഷ്ടം അനുഭവിക്കേണ്ടതിന് സകല നിന്നയും തൻ്റെ മേലെടുത്തുകൊണ്ട് ഇറങ്ങിത്തിരിച്ച് യേശുവിനെ അനുഗമിക്കേണ്ടതിന് ഒറ്റയ്ക്കൊറ്റയ്ക്കിറങ്ങിയവരുടെ ചരിത്രമാണ് എബ്രായരുടെ ചരിത്രം. പക്ഷേ എബ്രായരുടെ അനുഗ്രഹത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. അത് ഇനിയും ഇവിടെ എടുത്തു പറയുവാൻ എനിക്ക് നിവൃത്തിയില്ല. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ്, ഇറങ്ങി വാ, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് ഒരു വലിയ ജാതിയാക്കും, നീ ഒരു അനുഗ്രഹമാകും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹത്തിന് വേണ്ടി വിളിക്കപ്പെട്ട അബ്രഹാമിൻ്റെ കൊച്ചുമക്കളെ ദൈവം സാക്ഷാൽ അനുഗ്രഹിച്ചതിനാൽ ഇന്ന് ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന മിക്ക നന്മകളും ആ യഹൂദനിൽ നിന്ന് വന്നതാണ്. വേറൊരു ഭാഷയിൽ അവരുടെ കണ്ടുപിടുത്തങ്ങളാണ് എന്നെയും നിങ്ങളെയും ഈ സ്ഥിതിയിൽ എത്തിച്ചത്. ഞാൻ സാധാരണ ഓർപ്പിക്കാറുള്ളത് പോലെ ഇന്നൊരു ടെലിഫോൺ ഉപയോഗിക്കാത്ത ആളുകൾ കുറവാണ്. ഒരു ടെലിഫോൺ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിൻ്റെ നിരാശ അവർക്കറിയാം, ബുദ്ധിമുട്ടറിയാം. നിങ്ങൾക്കറിയാമോ, ടെലിഫോൺ എന്ന ഉപകരണം കണ്ടുപിടിക്കുവാൻ അബ്രഹാമിൻ്റെ കൊച്ചുമക്കളിൽ ഒരുവനെ, ഒരു ഇസ്രയേലി ശാസ്ത്രജ്ഞനെയാണ് ദൈവം ഉപയോഗിച്ചത്. ഞാൻ കൂടുതൽ ആശയങ്ങൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് കാറ് പോലും, IC എഞ്ചിൻ പോലും, ജെറ്റ് എഞ്ചിൻ പോലും, ഇലക്ട്രിസിറ്റി പോലും, ടെലിഫോൺ പോലും, ഇന്ന് നാം കാണുന്ന ഭൗതിക നന്മകളിൽ, ലോകത്തിന് പ്രയോജനപ്പെടുന്ന കണ്ടുപിടുത്തങ്ങളിൽ 94% കൊണ്ടുവന്നത് ഈ എബ്രായരുടെ കൊച്ചുമക്കളാണ്. തിരസ്കരിക്കപ്പെട്ടതുകൊണ്ട്, തള്ളപ്പെട്ടതുകൊണ്ട്, പാളയത്തിൻ്റെ പുറത്ത് ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവ പൈതലേ, അതൊരു പദവി എന്ന് കണ്ട് മുറുകെ പിടിക്കുക. എബ്രായരുടെ കൊച്ചുമക്കൾ വളർന്നു, എബ്രായ ജാതിയായി മാറി. എബ്രായ ജാതിയായി മാറിയ സാഹചര്യത്തിലാണ് യേശു എബ്രായനായി അവതരിച്ചത്. യേശുവിനെ അനുഗമിക്കുവാൻ ചില എബ്രായർ തീരുമാനിച്ചു. അല്ലെങ്കിൽ എബ്രായർ വളർന്നു, യഹൂദൻ ഒരു ജാതിയായി മാറി. അവൻ അടക്കി വച്ചിരുന്ന യെരുശലേം, ദൈവം അവർക്ക് കൊടുത്തിരുന്ന സ്ഥലത്ത് അവർ ഫലപുഷ്ടിയുള്ളവരായി വളർന്നു, വലിയ ജനതയായി തീർന്നു. രാജ്യം മുഴുവനും നന്നായി കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ നടുവിലേക്ക് യേശു ഇറങ്ങി വന്നു. കേവലം ഭൗതിക സാമ്രാജ്യം കൊണ്ട് മാത്രം ഒതുങ്ങാതെ ഒരു നിത്യത നിങ്ങൾക്കായി ഉണ്ടെന്നും, അബ്രഹാമിനെ പണ്ടൊരിക്കൽ വിളിച്ചു വേർതിരിച്ച് വാഗ്ദത്ത ദേശം കാണിച്ചു കൊടുത്ത് നിങ്ങൾ ഇന്ന് കണ്ടതുപോലെ ഒരു വലിയ രാജ്യത്താക്കിയെങ്കിൽ ഇതിനപ്പുറത്ത്, ഈ ഭൂമിക്കപ്പുറത്ത് ഒരു വാഗ്ദത്ത നാട് നിങ്ങൾക്കുണ്ടെന്നും അവിടേക്ക് പോകുവാനുള്ള വഴി ഞാൻ കാട്ടിത്തരാമെന്നും, ആദമിൻ്റെയും ഹവ്വയുടെയും പാപത്തിൻ്റെ ഫലമായി അടഞ്ഞുപോയ ഏദൻ്റെ പറുദീസ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരാമെന്നും വാക്ക് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്ന നസ്രയനാകുന്ന യേശുവിനെ അനുഗമിക്കാൻ വീണ്ടും എബ്രായരിൽ നിന്ന് കുറേ പേർ ഇറങ്ങിത്തിരിച്ചവർ മറ്റുള്ള എബ്രായരാൽ അപമാനിക്കപ്പെട്ടു. അവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടി അവരിൽ പലരെയും ജയിലിൽ അടച്ച ശേഷം അവരുടെ വസ്തുവകകൾ പകുത്തെടുത്തു. മറക്കരുത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനായ ക്രിസ്തുവിനെ കുരിശിക്കുന്ന സമയം അവൻ ധരിച്ചിരുന്ന വസ്ത്രം വരെ പടയാളികൾ പകുത്തെടുത്തു. ഉള്ളതെല്ലാം നഷ്ടമായി തുടങ്ങിയതോടെ ഈ നാണം കെട്ട പേരിനി വയ്യ, ഞങ്ങൾക്ക് എബ്രായരായി തുടർന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം വിശ്വാസികൾ മടങ്ങിപ്പോകുവാൻ തയ്യാറായി. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കാം. യഹൂദന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന യഹൂദനായ യേശു ശരീരം കൊണ്ട് യഹൂദനായിരുന്നെങ്കിലും ആത്മാവിൽ തൻ പൂർണ്ണ ദൈവമായിരുന്നതിനാൽ തൻ്റെ യാഗത്താൽ, ഏകയാഗത്താൽ ജനത്തെ സമ്പൂർണ്ണതയിലേക്ക് നടത്തേണ്ടതിന് വേണ്ടി താൻ കഷ്ടമനുഭവിച്ചു, ക്രൂശിൽ കയറി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. തൻ്റെ മാർഗത്തെ അനുഗമിക്കുവാൻ കുറച്ച് യഹൂദന്മാർ ഇറങ്ങി വന്നു. അവരെ എബ്രായ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നു. ഇന്ന് അവരെ മെസ്സിയാനിക് ജൂസ് എന്നാണ് വിളിക്കുന്നത്. എബ്രായ ക്രിസ്ത്യാനികൾ ആയിത്തീർന്നവർക്ക് വലിയ പീഡയുണ്ടായി, അവർക്ക് വലിയ കഷ്ടതയുണ്ടായി. പണ്ടൊക്കെ ജാതികളാൽ അനുഭവിച്ചിരുന്നത് ഇന്ന് അവർ യഹൂദന്മാരാൽ അനുഭവിക്കുവാൻ തുടങ്ങി. അവരുടെ വസ്തുവകകൾ അന്യാധീനമായി, അവരിൽ പലരെയും കൽത്തുറുങ്കുകളിൽ അടച്ചു. ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകണ്ട, നമുക്ക് തിരിച്ച് എബ്രായ മതത്തിലേക്ക് മടങ്ങിപ്പോകാം എന്നൊരു ചിന്ത അവരുടെ അകത്തു വന്നു. മാത്രവുമല്ല, യേശു തൻ വേഗം വരുമെന്ന് വാക്ക് പറഞ്ഞെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും യേശു വരാതെയായതിനാൽ വാഗ്ദത്തം നിറവേറുമോ എന്ന സംശയവും അവർക്കുണ്ടായി. ഈ സമയത്ത് അതേ എബ്രായരിൽ നിന്ന് ദൈവം വിളിച്ചു വേർതിരിച്ച പൗലോസ് എന്ന മനുഷ്യനിലൂടെ പരിശുദ്ധാത്മാവ് പിന്മാറ്റത്തിൻ്റെ വക്കത്തിലെത്തിയ എബ്രായനെ ഉറപ്പിക്കേണ്ടതിന് വേണ്ടി എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. ഇന്ന് പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള ഉപദ്രവം സഹിച്ച യേശുവിനെ ഓർത്തുകൊള്ളുക എന്ന് അന്നത്തെ എബ്രായരോട് പറഞ്ഞവരെ ഉറപ്പിച്ചെങ്കിൽ ഇന്ന് പകൽ ആരെങ്കിലും സംശയത്തിലുണ്ടെങ്കിൽ ആഗോള വ്യാപകമായി അവരോട് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. ആ യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. നാമും വിരുദ് പ്രാപിച്ചിരിക്കും.
നമ്മെ കൂടാതെ വിരുദിൻ്റെ പൂർത്തീകരണം പ്രാപിക്കാതെ വണ്ണം പഴയ നിയമസഭ മുഴുവനും കാത്തു നിൽക്കുകയാണ്. യേശു തൻ്റെ സന്തോഷത്തിൻ്റെ പൂർത്തീകരണത്തിനായി നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇത്രയും വലിയൊരു കാത്തിരിപ്പ് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാകയാൽ ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഞാൻ ആനകളെ എഴുന്നള്ളിപ്പിക്കുന്ന ഒരു പ്രത്യേക അനുഭവം അല്ലെങ്കിൽ ഒരു സംഭവത്തിൽ നിന്ന് ഒരു ഭാഗം അടർത്തിയെടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ ആവർത്തിക്കാം. ഒരാനയെ ഒരു ഉത്സവത്തിന് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ മുകളിൽ ദൈവങ്ങളുടെ അവർ സേവിക്കുന്ന ഡൈറ്റുകളുടെ രൂപം വെച്ച് ആളുകൾ ബഹുമാനത്തോടെ അതിൻ്റെ മുമ്പിലും പിൻപിലും ആർപ്പോടുകൂടെ നടന്ന് കഴിയുന്ന അത്രയും അട്ടഹാസത്തോടെ, കഴിയുന്ന അത്രയും ഗൗരവത്തോടുകൂടെ ആനയുടെ പുറത്തിരിക്കുന്ന വസ്തുക്കളെയും ആനയെയും വീക്ഷിച്ചു പോകുമ്പോൾ ആനയാണ് എല്ലാവരുടെയും നോട്ടപ്പുള്ളി. ആയിരങ്ങൾ ഒരുമിച്ച് നടക്കുന്നെങ്കിലും ആനയോളം വലിപ്പമുള്ള ഒരുത്തനുമില്ല. ആനയുടെ പുറത്തിരിക്കുന്ന ഡൈറ്റി തലമുറകളായി ആരാധിച്ചു വരുന്ന ദൈവങ്ങളുടെ രൂപമാണ്. എല്ലാവരാലും ആരാധ്യൻ എന്ന വണ്ണം ആന നടന്നു പോകുമ്പോൾ ആളുകൾ പറയാറുണ്ട്, വഴിയെ നടക്കുന്ന ആനയുടെ നോട്ടം വഴിയറമ്പിലെങ്ങാനും പഴത്തൊലി കിടപ്പുണ്ടോന്ന്. 10,000കണക്കിന് ആളുകൾ ആനയെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ബഹുമാനത്തോടെ നോക്കുമ്പോൾ യവൻ്റെ നോട്ടം വഴിയറമ്പിലെങ്ങാനും ആരെയും തിന്നേച്ച് കളഞ്ഞ പഴത്തിൻ്റെ തൊലി ഉണ്ടെങ്കിൽ അത് വെറുക്കാനാ. ആനക്കാരൻ പലപ്പോഴും ഗൗരവമായി ശ്രദ്ധിക്കും, ഇതിൻ്റെ കൈ അതിൻ്റെ വായി വെച്ചുകൊണ്ട് വേണം പോകുവാൻ. പഴയ നിയമസഭ മുഴുവനും പുതിയ നിയമത്തിൽ ഇന്നുവരെ ജനിച്ചു മരിച്ച ആത്മീയർ മുഴുവനും കർത്താവായ യേശുവും പിതാവായ ദൈവവും ഉൾപ്പെടെ തങ്ങളുടെ സന്തോഷത്തെ പൂർത്തീകരിക്കുന്ന ലക്ഷ്യപ്രാപ്തി നടക്കേണ്ടതിന് എന്നെയും നിങ്ങളെയും കാത്തിരിക്കുമ്പോൾ നമ്മുടെ നോട്ടം എവിടെ, നാം ആരെന്ന ചിന്ത നമ്മുടെ അകത്തുണ്ടായിരിക്കട്ടെ. ഇന്ന് പകൽ വിലപ്പെട്ട ഒരു സ്ഥാനം നമുക്ക് തന്നുകൊണ്ട് എബ്രായ ലേഖനം ഓർമ്മിപ്പിക്കുകയാണ്, തങ്ങളുടെ മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം നമുക്ക് സ്ഥിരതയോടെ ഒന്ന് ഓടിയേ മതിയാകൂ. പിന്മാറ്റത്തിൻ്റെ വക്കിലായിപ്പോയ, ഒരുപക്ഷെ മടങ്ങിപ്പോയാൽ എന്തെന്ന് ചിന്തിക്കുന്നതായ ഒരു ജനത്തെ ഉറപ്പിക്കേണ്ടതിന് എഴുതിയെടുത്ത ഈടുറ്റ ലേഖനമാണ് എബ്രായ ലേഖനം. അതിൻ്റെ മുമ്പിൽ നമുക്കൊരു ഓട്ടം വെച്ചിരിക്കുന്നു എന്ന ആശയമാണ് 1-ാമത്തെ വാക്യത്തിൽ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സന്ദേശം ആർക്കുള്ളതാണ്? ആരുടെയൊക്കെ മുമ്പിൽ ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരു ഓട്ടമുണ്ടോ, ഒരു ടാർഗറ്റുണ്ടോ, അതിൽ ഫോക്കസ് ചെയ്യുന്നവർക്കുള്ളതാണ് ഇന്നത്തെ സന്ദേശം. ഈ എഴുതപ്പെട്ടിരിക്കുന്ന സന്ദേശം തങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ആവശ്യപ്പെട്ടത് ഓട്ടം മുമ്പിലുള്ളവർക്കാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഇറങ്ങി ഓടുന്നവരല്ല ഞാനും നിങ്ങളും. സാധാരണഗതിയിൽ ഞായറാഴ്ച ജോലിയുള്ള ഓഫീസുകളിൽ നിന്ന് അവധി ലഭിക്കുമ്പോൾ മദ്യപിക്കുന്നവർ ഞായറാഴ്ച നന്നായി ഒന്ന് മദ്യപിക്കാനിരിക്കും. ചീട്ട് കളിക്കുന്നവർ ഞായറാഴ്ച ഒരല്പസമയം എടുത്ത് ചീട്ട് കളിക്കാൻ തുടങ്ങും. വീട്ടമ്മമാർ തുണിയൊക്കെ കഴുകി ഒന്ന് ശരിയാകാൻ നോക്കും. ചിലർ സ്പെഷ്യൽ ആഹാരം ഉണ്ടാക്കി അന്നൊന്ന് കഴിക്കാൻ ശ്രമിക്കും. ഉയർപ്പിൽ വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആരാധിക്കുവാൻ ആ ദിവസം മാറ്റിവെക്കുകയാണ്. ആഴ്ചയിലത്തെ ഒരു ദിവസം ലഭിക്കുന്ന അവധി, വല്ലപ്പോഴും ഒരിക്കൽ ലഭിക്കുന്ന അവധി നാട്ടുകാർ വ്യത്യസ്ത ഉപയോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുക എന്ന ഉദ്ദേശത്തിൽ വന്നവരെ, പോകുന്ന കൂട്ടത്തിൽ ആരാധിക്കാമെന്നല്ല, അതിനുവേണ്ടി ദിവസത്തെ വേർതിരിച്ചവരെ ഞാൻ നമ്മെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് നമ്മുടെ ആ മുഴു തീരുമാനവും ഇതിനൊന്ന് കൊടുക്കാം. നാം ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ദിവസമാണ്. നമ്മുടെ മുമ്പിൽ ഒരു നിയമിക്കപ്പെട്ട ഓട്ടമുണ്ട്. തോന്നിയതുപോലെ ഇറങ്ങി ഓടാനല്ല, ദൈവം വെച്ചിരിക്കുന്ന ട്രാക്കിലൂടെ ഓടുവാൻ, തന്നിരിക്കുന്ന നിയമത്തിനൊത്തവണ്ണം ഓടുവാൻ, ദൈവത്തിൻ്റെ പ്രമാണത്തിൻ്റെ പൂർത്തീകരണത്തിൽ എത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന് കർത്താവ് നമുക്ക് വഴി തരട്ടെ. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നമുക്ക് സ്ഥിരതയോടെ ഓടാം. യേശു വിശ്വാസത്തിൻ്റെ നായകനും 2 പൂർത്തി വരുത്തുന്നവനുമാണ്. ഓട്ടത്തിലേക്ക് വിളിച്ചിറക്കിയവൻ യേശുവാണ്, ഓദറാണ്. 2 ഇതിൻ്റെ ഫിനിഷറാണ്. ഇതിൻ്റെ അറ്റത്ത് വരെ എത്തുന്നത് വരെ ചെയ്യുവാനുള്ളത് ചെയ്ത് തീർത്ത ശേഷം ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് ഇന്നും മുന്നോട്ട് പോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ സഹായിക്കുന്നവനാണ് യേശു. അക്കാര്യം മറക്കരുത്. ഓട്ടക്കളത്തിൽ ഓടുന്നവരെ അനേക പ്രോത്സാഹന ശബ്ദങ്ങൾ അവിടെയും ഇവിടെയും കേൾക്കാം. ഇന്ന് പകൽ ഞാനും ചെയ്യുന്നത് ഒരു പ്രോത്സാഹനത്തിൻ്റെ ശബ്ദം പുറപ്പെടുവിക്കുകയാണ്. നീണ്ട ഒരു ഓട്ടക്കളത്തിൽ പലർ തമ്മിൽ മത്സരിച്ചോടുമ്പോൾ എൻ്റെ സ്വന്തത്തിൽപ്പെട്ട ഒരാൾ ഓടി തളരുന്നവനായി എന്നെ കണ്ടാൽ
സൈഡിൽ നിന്ന് ചിയേഴ്സ് വിളിക്കും. അപ്പ് വർഗീസ്, ഓട് വർഗീസ്, ഡു ഇറ്റ് എന്ന് പറഞ്ഞ് വിളിക്കും. അവരാ വിളിക്കുന്നത് പല രാജ്യങ്ങൾ ചേർന്ന് നടക്കുന്ന മത്സരത്തിലാണെങ്കിൽ എൻ്റെ രാജ്യത്തിൻ്റെ ഫ്ലാഗ് ഉയർത്തി കാണിച്ചുകൊണ്ട് ഓടടാ എന്ന് പറയുമ്പോൾ എൻ്റെ അകത്തൊരു ധൈര്യം പുതുക്കപ്പെടുകയും ഞാൻ എൻ്റെ ഓട്ടമോടി തികയ്ക്കുകയും ചെയ്യുന്നത് പോലെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലർക്കെതിരെ സ്വർഗീയ പതാകകൾ കാണിച്ചുകൊണ്ട് ഓട് എന്ന് നിർബന്ധിക്കുകയാണ്. എന്തുകൊണ്ട്? തളരുവാൻ, ക്ഷീണിക്കുവാൻ സാധ്യതയുള്ള മണ്ണാകയാൽ സ്വർഗീയ പതാകകൾ ഉയർത്തുന്ന കൂട്ടത്തിൽ ഇവിടെ നിന്നും ഒന്നുകൂടെ ഉയർത്തുവാൻ ദൈവം ബേഥേലിന് വരുന്ന പദവിക്കായി കർത്താവിനെ വാഴ്ത്തുകയാണ്. നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന് പറയുവാൻ കാരണം പലരുടെയും സ്ഥിരത കുറഞ്ഞു തുടങ്ങി. വന്ന മാർഗത്തിലേക്ക് തിരിച്ചു പോയാൽ എന്താ, വേണ്ട എന്ന് വെച്ചതൊക്കെ തിരികെ എടുത്താൽ എന്താ, പല പ്രതികൂലങ്ങളുടെ നടുവിൽ പിന്മാറിയാൽ എന്താ എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ വിശുദ്ധ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന ഒന്നുണ്ട്. ഒരിക്കൽ സ്വർഗീയ ദർശനം ലഭിക്കുകയും സ്വർഗീയമായ കാഴ്ചപ്പാടുകൾ കാണുകയും പലപ്പോഴും പെയ്ത മഴ കുടിച്ച ഭൂമി എന്നതുപോലെ ദൈവത്തിങ്കിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തവർ അഥവാ പിന്മാറിപ്പോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ വഷളാകയാൽ ഇനിയും അവരെ മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ കഴിയാത്തൊരു പരിതസ്ഥിതിയാകും. ആകയാൽ നിൽക്കുന്നുവെന്ന് തോന്നുന്ന നാം വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊണ്ട് അതിവേഗതയിൽ മുൻപോട്ട് ഓടുക. വീഴാതെ വണ്ണം നമ്മെ താങ്ങുന്ന ഒരു ദൈവകരം കൂടെയുണ്ട്. അത് നമ്മെ നിത്യതയിൽ എത്തിച്ചിരിക്കും. ഞാനത് പറയുമ്പോൾ തന്നെ പൂർത്തീകരിക്കാത്ത പലരെയും തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്നാമതായി ലൂക്കോസിൻ്റെ സുവിശേഷം. പൂർത്തീകരിക്കാത്തവരെന്ന് പറഞ്ഞാൽ തീർന്നുപോയി എന്നല്ല, പൂർത്തീകരണത്തിൻ്റെ പ്രോസസ്സിലിരിക്കുന്നവർ. ഞാൻ എൻ്റെ മകനെ കൊണ്ട് സ്കൂളിൽ ചേർക്കുമ്പോൾ 10ാം ക്ലാസ് 12ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളിലാണ് ചേർത്തതെങ്കിൽ 12ാം ക്ലാസ് പാസ്സായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകും എന്നൊരു ചിന്ത എനിക്കുണ്ട്. അതിനപ്പുറത്തേത് രണ്ടാമത്തെ കാര്യം. ഞാനവനെ സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോൾ 12 ക്ലാസ്സുള്ള സ്കൂളാണ്. 12ാം ക്ലാസ്സിലൊരു നല്ല മാർക്കോടുകൂടെ എൻ്റെ മകനെ ഇവിടുന്ന് കൊണ്ടുപോകും എന്ന് പറയും. 4ാം ക്ലാസ്സിലവൻ നല്ല മാർക്കിൽ പാസ്സായി, 6ാം ക്ലാസ്സിലവൻ നല്ല മാർക്കിൽ പാസ്സായി. എനിക്കവനെക്കുറിച്ച് അഭിമാനമുണ്ട്. എൻ്റെ മകൻ്റെ പഠിത്തം തീർന്നിട്ടില്ല, പക്ഷേ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കവനെക്കുറിച്ചൊരു അഭിമാനമുണ്ട്. നമ്മളാലും വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണത്തിൽ എത്തിയിട്ടില്ല. ഓൺ ദ പ്രോസസ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് പകൽ നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു അഭിമാനമുണ്ട്. എന്നാൽ ചില കുഞ്ഞുങ്ങൾ പഠിത്തം ഉഴപ്പിപ്പോയാൽ, കുഞ്ഞുങ്ങൾ ശരിക്ക് പഠിക്കുന്നില്ലെങ്കിൽ മാതാപിതാക്കൾ ദുഃഖത്തോടുകൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുമാറുണ്ട്. ജയിച്ചവരെയും പഠിക്കുന്നവരെയും പ്രോത്സാഹിപ്പിക്കും. അഥവാ പഠിത്തത്തിൽ കുറവാണെങ്കിൽ അവരെയും പ്രോത്സാഹിപ്പിക്കുവാൻ ശ്രമിക്കും. ഇതുപോലെ തിരുവചനം നന്നായി ഓടുന്നവരെയും ഓട്ടത്തിൽ മന്ദഗതിയിലായി പോയവരെയും 2 രീതികളിൽ പ്രോത്സാഹിപ്പിക്കുന്നത് കാണാം. അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോകുന്ന ഇടത്ത് 2, 3, 4, 5 കാറ്റഗറികളെ ചിന്തിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 10ാം അധ്യായം 33, 34, 35 വാക്യങ്ങൾ ദയവായി വായിക്കാം. ലൂക്കോസ് 10ന്റെ 33 മുതൽ 35 വരെ. ഒരു ശമര്യക്കാരനോ വഴി പോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. ധൂർത്തുപുത്രനെന്നും മുടിയൻ പുത്രനെന്നും മലയാളത്തിൽ നമ്മൾ സാധാരണ അഭിസംബോധന ചെയ്തു വരുന്ന നല്ല ശമര്യക്കാരൻ്റെ ഉപമ എന്ന പേരിൽ സാധാരണ നാം അഭിസംബോധന ചെയ്തു വരുന്ന ഒരു ഉപമയിൽ നിന്ന് യേശു പറഞ്ഞൊരു ഭാഗമാണ് നാം ഇവിടെ എടുത്തിരിക്കുന്നത്. ആ ചരിത്രം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഉപമ ഇങ്ങനെയാണ്. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ വഴിമധ്യേ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളിനോട് സംസാരിച്ചപ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടുക എന്ന വാക്കിനെ കുറിച്ച് ചിലത് പറഞ്ഞു. ഒരാൾ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചേച്ച് എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ പണ്ട് അവിടെ വന്നുകൊണ്ടിരുന്ന ആളാണ്, ഇപ്പം വേറൊരു ചർച്ചിലാണ് പോകുന്നത്, ഇപ്പം ഞാൻ അവിടെ വരുന്നില്ല. ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ വരാറുണ്ട്. രണ്ടായാലും ആ വീട്ടിലൊന്ന് പോകണമെന്ന് എനിക്ക് തോന്നി. ഞാൻ ആ വീട്ടിൽ ചെല്ലാമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഈ സംഭവങ്ങൾ എന്നോട് പറഞ്ഞത്. അതിന് മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകത്തുമില്ലായിരുന്നു. ചെല്ലാമെന്നതിന് മുമ്പേ പറഞ്ഞു പോയത് കൊണ്ട് ഞാനവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീണ്ട വർഷങ്ങളായി ബഥേലിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇടയ്ക്കൊരു കർത്താവിൻ്റെ ദാസന് ഇവിടെ അടുത്ത് താമസമുള്ള ഒരാൾ വന്ന് ഒരാഴ്ച നിൻ്റെ ഒരു സാക്ഷ്യം ഒന്ന് പറയാൻ വേണ്ടി എൻ്റെ ചർച്ച വരെ വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ സാക്ഷ്യം പറയാൻ വേണ്ടി ആഴ്ച അവിടെ ചെന്നു. അപ്പോൾ അടുത്തൊരു മീറ്റിങ്ങിലും സാക്ഷ്യം പറയണമെന്നായി. അങ്ങനെ പല സാക്ഷ്യം പറഞ്ഞു. ഇപ്പോൾ അവിടുന്ന് പോരാൻ എനിക്ക് ഒരു നിവൃത്തിയില്ല, ഇനി അങ്ങനെ എന്നെ വിടുകയില്ല, അതുകൊണ്ട് വരാത്തതാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, യേശു പറഞ്ഞൊരു ഉപമയുണ്ട്.
വഴിയിൽ കള്ളന്മാരെ കണ്ടതുകൊണ്ട് തകരാറില്ല, അവൻ്റെ കയ്യിൽ അകപ്പെട്ടപ്പോയി. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പലരെയും വഴിമധ്യേ കണ്ടെന്ന് വരും, അകപ്പെടാതെ സൂക്ഷിച്ചു. അവൻ അകപ്പെട്ടുപോയി. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യാത്ര ചെയ്യുകയിൽ വഴിമധ്യേ കള്ളന്മാരെ കണ്ടു കാണും. അവരുടെ കയ്യിൽ അകപ്പെട്ടുപോയി. അവരെന്നെ വസ്ത്രം അഴിച്ചു, മുറിവേൽപ്പിച്ചു, അർത്ഥപ്രാണനാക്കി വിട്ടേച്ചു പോയി. വഴിയെ എതിർച്ചയാ ഒരു പുരോഹിതനും പിന്നെ ഒരു ലേവ്യനും വന്നെങ്കിൽ ഇവനെ സഹായിപ്പാൻ കഴിയാതെ രണ്ടുപേരും മാറിക്കടന്നു പോയപ്പോൾ ഒരു ശമര്യക്കാരൻ ആ വഴി വന്നു. അവനെ കണ്ടു, മനസ്സലിഞ്ഞു, അരികെ ചെന്നു, എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകൾ കെട്ടി. ഞാൻ ആ ഭാഗം ഒന്നും വിശദീകരിക്കുന്നില്ല. മരണകരമായി മുറിവേറ്റ, എഴുന്നേൽക്കാൻ കഴിയാതെ ബ്ലീഡിങ് കണ്ടീഷനിൽ വഴിയറമ്പിൽ എറിയപ്പെട്ട ഒരു മനുഷ്യൻ്റെ അരികിൽ ചെന്ന നല്ല ശമര്യക്കാരൻ യേശുവിൻ്റെ പ്രതിപുരുഷനാണ്. യേശു ആ പ്രതിപുരുഷൻ ശമര്യക്കാരൻ ഈ മനുഷ്യൻ്റെ അരികിൽ ചെന്നു, എണ്ണയും വീഞ്ഞും പകർന്നു. പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങളെയാണ് എണ്ണയും വീഞ്ഞും ചിത്രീകരിക്കുന്നത്. അവൻ്റെ മുറിവുകൾ കെട്ടി. തിരുവചന ഭാഷയിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പുതിയ നിയമ ശൈലിയിൽ അവൻ രക്ഷിക്കപ്പെട്ടു. പിശാചിനാൽ മുറിക്കപ്പെട്ടവരായി, പിശാചിൻ്റെ കയ്യിൽ അകപ്പെട്ടവരായി, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു പോയവരായി, രക്തം ഒഴുകി നഷ്ടമായിക്കൊണ്ടിരിക്കുമ്പോൾ, ജീവരക്തം നഷ്ടമായ സാഹചര്യത്തിൽ അവിടെ വന്ന് കണ്ട് എണ്ണയും വീഞ്ഞും പകർന്ന് മുറിവുകൾ കെട്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നടത്തുന്നതിന് തുല്യമാണ്. ഇവിടെ ഞാൻ കാണുന്ന മുറിവ് കെട്ടപ്പെട്ട വ്യക്തി രക്ഷിക്കപ്പെട്ടവനാണ്. പക്ഷേ അവിടെ കൊണ്ട് തൻ്റെ ശുശ്രൂഷ തീർന്നില്ല. അവനെ പൊക്കി തൻ്റെ വാഹനത്തിലാക്കി ശുശ്രൂഷ തുടരേണ്ടതിന് വേണ്ടി ഒരു വഴിയമ്പലത്തിൽ കൊണ്ട് ഏൽപ്പിച്ചു. ശുശ്രൂഷ തുടരേണ്ടതിന് ഏൽപ്പിക്കപ്പെടുന്ന വഴിയമ്പലത്തെ ദൈവത്തിൻ്റെ തിരുസഭയോട് ഉപമിക്കാം. വേറൊരർത്ഥത്തിൽ ഈ മനുഷ്യനെ ഇപ്പോൾ ഞാൻ കാണുന്നത് മുറിവേറ്റവനായി വഴിയറമ്പിൽ കിടന്നു. അവന് പാപിയായിരുന്നു, രക്ഷിക്കപ്പെട്ടു, പൊക്കി തൻ്റെ വാഹനത്തിൽ കയറ്റി ദൈവസഭയിലേക്ക് ശുശ്രൂഷിക്കാൻ സാധ്യതയുള്ള ഇടത്തേക്ക് കൊണ്ടുപോകപ്പെടുന്ന ഇടമാ. നമ്മിൽ പലരും രക്ഷിക്കപ്പെട്ടു, പക്ഷേ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞാൻ പറയുന്ന ആശയങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. വഴിയറമ്പിലായിരുന്നു കിടന്നിരുന്നത്, അവിടെ വെച്ചെൻ്റെ മുറിവുകൾ കെട്ടപ്പെട്ടു. ഇവിടെ യേശു മുറിവ് കെട്ടുന്നത് എണ്ണയും വീഞ്ഞും പകർന്നാണ്. എണ്ണ എന്നത് പരിശുദ്ധാത്മ പ്രവർത്തനത്തിൻ്റെ ആരംഭ പടികളെ ചിത്രീകരിക്കുന്നതാണ്. ചില്ലറ അന്യഭാഷ സംസാരിച്ച് തുടങ്ങുന്നതൊക്കെ അതിൻ്റെ ഭാഗമാണ്. എന്തിന്? യോഗ്യമായി രക്ഷിക്കപ്പെട്ടവൻ്റെ ശൈലിയിലുള്ള ഒരു പുനർജന്മ ജീവിതം അവൻ നയിക്കുന്നത് തന്നെ എണ്ണ പകർന്നതിൻ്റെ ലക്ഷ്യമാണ്. മാനസാന്തരം മുതൽ അന്യഭാഷ സംസാരിക്കുന്ന അഭിഷേകത്തിൻ്റെ ആരംഭ പടി വരെയുള്ള അനുഭവങ്ങളെ എണ്ണയായി ബൈബിൾ ചിത്രീകരിക്കുന്നു. വീഞ്ഞ് അതിനേക്കാൾ ഒരു പടി മേളിലാണ്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ കാണുവാനും കേൾക്കുവാനും തക്കവണ്ണം ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായി. ഒരു വശത്ത് യഹൂദന്മാരെ ഭയം നിരിക്കുകയാണ്. യഹൂദന്മാർ അറിഞ്ഞാൽ കൊന്നുകളയും, ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് പിടികിട്ടിയാൽ പെശകായി തീർന്നു. അതുകൊണ്ട് ഒളിച്ചു വാർത്ത ജനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങി വന്നതോടെ വെളിയിലുള്ളവർക്ക് കേൾക്കുവാനും കാണുവാനും കഴിയുന്നത് പോലെ അത്യുച്ചത്തിൽ സംസാരിക്കുവാൻ തുടങ്ങി. മർക്കോസിൻ്റെ മാളിക മുറി എന്ന നാം വിളിക്കുന്ന സ്ഥാനത്താണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടായത്. അവിടെ നിന്നൊരല്പ ദൂരം യെരൂശലേമിലെ ദേവാലയത്തിൽ അന്നത്തെ സ്പെഷ്യൽ ഫംഗ്ഷന് വേണ്ടി, പെന്തക്കോസ്ത് പെരുന്നാളിന് വേണ്ടി വന്ന ജനം കേൾക്കത്തക്ക ശബ്ദത്തിൽ ഇവരിവിടുന്ന് ആർക്കാൻ തുടങ്ങി. അപ്പോസ്തലപ്രവൃത്തി 1-2 അധ്യായങ്ങൾ വലുതാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് യഹൂദന്മാർ അറിയരുതെന്ന് കണ്ട് ഭയം ഒളിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആത്മപകർച്ച ഉണ്ടായതോടെ വലിയ ശബ്ദകോലാഹലമായി. അനങ്ങരുതെന്നും പറഞ്ഞിരുന്ന പലരും ശബ്ദമുണ്ടാക്കി. കേൾക്കുവാനും കാണുവാനും തക്കവണ്ണം അനേക ആത്മപ്രകടനങ്ങൾ നടന്നു. യെരൂശലേം ദേവാലയത്തിൽ നിന്ന് ജനം ഓടി ഈ മർക്കോസിൻ്റെ മാളിക മുറിയുടെ മുമ്പിലെത്തി. അവിടെ നിന്ന് കാണുന്നതും കേൾക്കുന്നതും എന്ത് എന്ന് അവർ അത്ഭുതം കൂറുമ്പോൾ പൗത്രോസ് പറഞ്ഞൊരു വാചകമുണ്ട്: ഇത് പുതുവീഞ്ഞു കുടിച്ചതല്ല, ആത്മാവിൻ്റെ ലഹരിയാണ്, വീഞ്ഞിൻ്റെ ലഹരിയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ വീഞ്ഞു കുടിച്ചവരല്ല, ഇത് വേറൊരു ലഹരിയാണ്.
അഭിഷേകത്തിൻ്റെ പ്രാരംഭപടിയായി അന്യഭാഷകൾ ഉണ്ടെങ്കിലും അവിടെ കൊണ്ട് കർത്താവ് നിർത്തത്തില്ല. താൻ സാക്ഷാൽ രക്ഷിക്കുന്നവനെ എണ്ണ കൊണ്ട് നിർത്താതെ വീഞ്ഞും കൂടെ പകരുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽ വീഞ്ഞിൻ്റെ അനുഭവങ്ങൾക്കായി എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. അത് ദഹിക്കാത്തവർ കണ്ടേക്കാം, അത് ഇഷ്ടമില്ലാത്തവർ കണ്ടേക്കാം. അയ്യോ, ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാത്തവരുണ്ടല്ലോ, ബഹുജനം പലവിധം. അത് നമുക്ക് വിഷയമല്ല. നമുക്ക് വേണ്ടത് തിരുവചനവും ദൈവവുമാണ്. തിരുവചനവും ദൈവവും പറയുവാനുള്ളത് പുതുവീഞ്ഞു കുടിച്ച അനുഭവം, എണ്ണയും വീഞ്ഞും പകർന്നു. അതുകൊണ്ടും കംപ്ലീറ്റ് ആയിട്ടില്ല. വഴിയിറമ്പിലെ അനുഭവമാണ് എണ്ണയും വീഞ്ഞും. ഞാനൊരല്പം വേഗത്തിൽ ആ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് വളരെ ഗൗരവമായി ശ്രദ്ധിച്ചാൽ നന്നായി മനസ്സിലാകുകയും ചെയ്യും. വഴിയറമ്പിലെ അനുഭവമാണ് എണ്ണയും വീഞ്ഞും. വീഞ്ഞിൻ്റെ പകർച്ചയിൽ രോഗശാന്തിയുണ്ട്, വീഞ്ഞിൻ്റെ പകർച്ചയിൽ ഭൂതശാന്തിയുണ്ട്, വീഞ്ഞിൻ്റെ പകർച്ചയിൽ വീര്യപ്രവർത്തികളുണ്ട്, വീഞ്ഞിൻ്റെ പകർച്ചയിൽ അത്ഭുതങ്ങളുണ്ട്, വീഞ്ഞിൻ്റെ പകർച്ചയിൽ പ്രവചനമുണ്ട്, വീഞ്ഞിൻ്റെ പകർച്ചയിൽ അന്യഭാഷയുടെ വ്യാഖ്യാനമുണ്ട്. കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാകത്തക്കതുപോലെ വ്യത്യസ്ത ഭാഷകളുടെ തർജ്ജിമകൾ വരെ നടന്നെന്ന് വരാം. പക്ഷേ ഇതെല്ലാം വീഞ്ഞിൻ്റെ അനുഭവമാണ്. ഇതുണ്ടാകുന്നത് വെറും വഴിയറമ്പില. ഈ അനുഭവങ്ങളിലേക്ക് വന്നവർക്കായി സ്തോത്രം. പക്ഷേ രക്ഷിക്കപ്പെട്ടവനെ വഴിയറമ്പിൽ കളയാതെ തുടർന്ന് വളർത്തേണ്ടതിന് വഴിയമ്പലത്തിൽ എത്തിക്കുന്ന യേശുവിൻ്റെ ക്രിയയ്ക്കായി എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. യേശു രക്ഷിച്ച ശേഷം പോകുന്നവനല്ല, പൂർത്തീകരിക്കുന്നവനാണ്. ഇന്ന് പകൽ പൂർത്തീകരിക്കപ്പെടുവാൻ ശുശ്രൂഷ ലഭിക്കേണ്ട സഭകളിലേക്ക് എത്തിയിട്ടില്ലാത്തവർ ദയവായി എത്തേണ്ടതിന് കർത്താവിൻ്റെ നാമത്തിൽ ലോകവ്യാപകമായി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. വഴിയറമ്പിലെ കയ്യടികൾ അനേക സ്ഥലങ്ങളിലുണ്ട്, വഴിയറമ്പിലെ പാട്ടുകൾ പലയിടങ്ങളിലുണ്ട്. തീർന്നില്ല ദൈവവൈതലേ. സഭയിൽ ഒന്നാമത് അപ്പോസ്തലൻ, രണ്ടാമത് പ്രവാചകൻ, മൂന്നാമത് സുവിശേഷകൻ, നാലാമത് ഇടയൻ, അഞ്ചാമത് അധ്യാപകൻ എന്നിങ്ങനെയുള്ള 5 വിധം അപ്പോയിൻമെന്റുകൾ കൊടുത്തുകൊണ്ട് ഏതു പുരുഷനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കേണ്ടതിന്, ഇന്നത്തെ ഭാഷയിൽ ഏതു വ്യക്തിയെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കേണ്ടതിന് ദൈവിക തികവിലേക്ക് നടത്തുന്ന ഒരു വഴിയമ്പലമുണ്ട്. നാം രക്ഷിക്കപ്പെട്ടു, പക്ഷേ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പൂർത്തീകരിക്കുന്നവനായ യേശുവിനെ നോക്കാം. നാം ഇത് പൂർത്തീകരിച്ചെങ്കിലേ ദൈവിക സന്തോഷം പൂർണ്ണമാകുകയുള്ളൂ. പൂർത്തീകരിക്കുന്നവനായ യേശു ഇന്ന് തൃക്കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. വഴിയമ്പലത്തിലെത്തോളം തന്നോടുകൂടെ വാഹനമൃഗത്തിൽ യാത്ര ചെയ്യാം. നാം വഴിയമ്പലത്തിൽ എത്തിയിരിക്കും. രണ്ടാമത്തെ കൂട്ടരെ കാണേണ്ടതിന് വേണ്ടി ലൂക്കോസ് 15:20 മുതൽ 24 വരെയുള്ള വാക്യമാണ്. അങ്ങ് വായിച്ചാട്ട്. അതാ ധൂർത്തപുത്രന്റെ കഥ. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തൻ്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ. ഇവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പീൻ. തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പീൻ. നാം തിന്ന് ആനന്ദിക്കുക. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരുന്നു എന്ന് പറഞ്ഞു. ധൂർത്തപുത്രന്റെ മുടിയംപുത്രനെന്നും ധൂർത്തപുത്രനെന്നും പലയിടങ്ങളിൽ, കേരളത്തിൽ ചിലയിടങ്ങളിൽ അദ്ദേഹത്തെ മുടിയംപുത്രൻ എന്ന് വിളിക്കും. ആ പദം ചില ഗൗരവമായതുകൊണ്ടാകാം വേറെ ചിലയിടങ്ങളിൽ ധൂർത്തപുത്രൻ എന്ന് വിളിക്കും. രണ്ടായാലും അങ്ങേരുടെ ചരിത്രമാണ്. ഇവൻ പണ്ടൊരിക്കൽ അപ്പൻ്റെ വീട്ടിലായിരുന്നു. ഒരു ദിവസം അവന് തോന്നി, അവിടുത്തെ ആ സ്ഥിതിഗതികൾ എനിക്ക് ശരിയാകില്ല, അല്പം കൂടെ സ്വാതന്ത്ര്യം വേണം. എൻ്റെ ദൈവമേ, ബഥേൽ മലയാളം സെക്ഷനിൽ സ്വാതന്ത്ര്യം തികയാത്തതുകൊണ്ട് ഒന്ന് സ്വതന്ത്രമായി ശ്വസിക്കുവാൻ ഇറങ്ങിപ്പോകുന്നവരെ നമ്മുടെ കാര്യമാണ്. മനസ്സിലാകുന്നുണ്ടായിരിക്കുമല്ലേ? ചിലർ പറയാറുണ്ട് നമ്മൾ വിശാല മനസ്കരായിരിക്കണം. പാസ്റ്റർ വി. എ. തോമസ് എന്ന കർത്താവിൻ്റെ ദാസൻ പറയുമായിരുന്നു, നരകം പോലെ വിശാലമായ ഹൃദയം. വലിയ മൈതാന മാനസന്മാർ, നരകം പോലെ വിശാലമായ ഹൃദയം. നോ, സത്യത്തിൻ്റെ പരിധിക്കുള്ളിൽ ഒതുങ്ങിയ ഹൃദയത്തിനായി എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. സത്യത്തിൻ്റെ പരിധിക്കുള്ളിൽ ഒതുങ്ങിയ ഹൃദയത്തിനായി എൻ്റെ കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. കൊച്ചനൊരു ദിവസം ഒരു തോന്നലുണ്ടായി. ഈ അപ്പൻ്റെ വീട്ടിലെ സംസ്കാരം, ഈ അപ്പൻ്റെ വീട്ടിലെ ഡിസിപ്ലിൻ, ഈ അപ്പൻ്റെ വീട്ടിലെ ജീവചര്യ എനിക്കത്ര പിടിക്കുന്നില്ല. അതുകൊണ്ട് ഞാനൊന്ന് വിശാലമായി ജീവിക്കാൻ പോകുകയാണ്. അവൻ അപ്പനോട് പറഞ്ഞ, അപ്പ, വസ്തുവിൽ എനിക്ക് വരുവാനുള്ള പങ്കിഞ്ഞു തരണം. എൻ്റെ ഭാഷയിൽ ആരോഗ്യം, ഓക്സിജൻ, വെള്ളം, മഴ, സൂര്യൻ, വായു, ഇങ്ങനെ എനിക്ക് ലഭിക്കേണ്ട പലതുമുണ്ട്. എൻ്റെ അവകാശത്തിൽപ്പെട്ടതാ. ദീസ് ആർ മൈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതെനിക്കിഞ്ഞ് തരണം. ഞാൻ പോകുകയാ.
അപ്പം പറഞ്ഞ കുഞ്ഞെ കൊണ്ടുപോ. ഇറങ്ങിപ്പോകുന്ന പലർക്കും പറയാം, ഞാൻ നന്നായി ശ്വസിക്കുന്നു, ഞാൻ നന്നായി നടക്കുന്നു, നല്ല ജോലി ചെയ്യുന്നു, നല്ല കാര്യം. കുറേ നാൾ കഴിയുമ്പോൾ ബാക്കി അറിയാം. അവൻ ദൂരെ ദൂരെ ദൂരേക്ക് നടന്നു. ഓരോ ദിവസം കഴിയും തോറും അവൻ അപ്പൻ്റെ വീട് വിട്ട് അകലുകയാണ്. ഇന്ന് പകൽ മറക്കരുത്, ഓരോ വർഷം കഴിയുമ്പോഴും പറഞ്ഞാൽ കേൾക്കാതെ വരുന്നെങ്കിൽ, ഓരോ മാസം കഴിയുമ്പോഴും ചിന്താഗതി മാറിത്തുടങ്ങിയെങ്കിൽ ഇവൻ അപ്പൻ്റെ വീട് വിട്ട്, ഇവൾ അപ്പൻ്റെ വീട് വിട്ട് ദൂരദേശത്തേക്ക് പോകുകയാണെന്ന് മറക്കരുത്. ചിലർ പറയാറുണ്ടെന്ന് സ്വാതന്ത്ര്യമായി ജീവിക്കാനാ. കുഞ്ഞെ, സ്വാതന്ത്ര്യ ജീവിതമെന്നൊന്ന് ഈ മണ്ണിൽ വിധിച്ചിട്ടില്ലെന്നറിയാമോ? നത്തിങ് ഈസ് ഇൻഡിപെൻഡൻറ്റ്. അങ്ങനെ ഒരു പദമില്ല, തെറ്റാ. എനിത്തിങ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി അതർ. ഒന്നിനെ ആശ്രയിച്ചാണ് വേറൊന്ന് നിൽക്കുന്നത്. സ്വാതന്ത്ര്യം, സ്വതന്ത്രമെന്ന് പറയുന്ന ഒന്ന് ഭൂമിയിലില്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ സകലതും ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടതാണ്. ഇവൻ കുറേ നാൾ നടന്നു. കയ്യിലുണ്ടായിരുന്നത് ചിലവഴിച്ച ശേഷം അവൻ ആ ദൂരദേശത്തെ പൗരന്മാരിൽ ഒരുവനെ ചെന്ന് ആശ്രയിച്ചു. അപ്പനെ ആശ്രയിക്കുവാൻ, അപ്പൻ്റെ വീട്ടിൽ നന്നായി കഴിയുവാൻ മടി കാണിച്ച ഇവൻ ദൂരദേശത്തെ പൗരനെ, അപ്പനെ അറിഞ്ഞിട്ടില്ലാത്ത മറ്റൊരു സംസ്കാരത്തിൻ്റെ ഉടമയെ ചെന്നാശ്രയിച്ചു. അവൻ ആശ്രയിച്ച ഒടുവിലത്തെ മനുഷ്യൻ പന്നി തീറ്റുന്ന ഉദ്യോഗത്തിന് ഇവനെ വിട്ടു. ഒരു യഹൂദ ബാലന് പന്നി അറുപ്പാണ്. അവൻ അതിൻ്റെ അടുക്കൽ അടുക്കാൻ ഒക്കത്തില്ല, അതിൻ്റെ പേര് പോലും അറപ്പാണ്. ഈ ബാലനെ പന്നി തീറ്റുന്ന വേലയിൽ ഏൽപ്പിച്ചു. അവിടം കൊണ്ടും തൃപ്തി വരാഞ്ഞപ്പോൾ ഒരിക്കൽ അവന് സുബോധമുണ്ടായി. അവനൊരു വിളി വിളിച്ചു, എൻ്റെ അപ്പൻ്റെ എത്രയോ കൂലിക്കാർ ആഹാരം തിന്ന് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിക്കുന്നു. ആകയാൽ ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെല്ലും. എൻ്റെ പാപങ്ങളും കുറവുകളും ഞാൻ അപ്പനോട് ഏറ്റുപറയും. അപ്പൻ്റെ വേലക്കാരിൽ ഒരുവനെ പോലെ എന്നെ ആക്കുവാൻ മകനെന്ന സ്ഥാനം ഞാൻ നശിപ്പിച്ചു. കിട്ടേണ്ട അവകാശങ്ങൾ ഞാൻ വാങ്ങി. എൻ്റെ ആരോഗ്യം തീർന്നു, എൻ്റെ ആയുസ് ദണ്ഡ കഴിയാൻ തുടങ്ങുന്നു. എൻ്റെ സൽസ്വഭാവങ്ങൾ പോയി, ഞാൻ പല ദുസ്വഭാവങ്ങൾക്കും അടിമയായി. എൻ്റെ ജീവിതം നശിക്കുന്നു. ഞാനൊന്ന് എഴുന്നേറ്റ് പോകും, പക്ഷേ ഇനി മകൻ എന്ന പദവിക്ക് യോഗ്യനല്ല, വേലക്കാരിൽ ഒരുവനെ പോലെ ആക്കണമേ എന്ന് ഞാൻ എൻ്റെ അപ്പനോട് പറയും. അങ്ങനെ പോകുന്ന വഴിയിൽ അപ്പൻ അവനെ ദൂരവേ കണ്ടു. അപ്പൻ ഓടിച്ചെന്നവൻ്റെ കഴുത്തിൽ വീണു. ഇന്നത്തെ സാഹചര്യത്തിൽ അതൊന്ന് പറയേണ്ടത് ആവശ്യമാണോ? പറഞ്ഞേക്കാം. യേശു 15 ലൂക്കോസ് 15 യേശു 2-3 ഉപമകൾ പറയുന്നുണ്ട്, കാണാതെ പോയതും തിരിച്ചു കിട്ടിയതുമായത്. അതിലൊന്ന്, ഒരു വീടിനകത്ത് കാണാതെ പോയ ഒരു സ്ത്രീയുടെ 10 ദ്രഹ്മകളിൽ ഒരെണ്ണമായിരുന്നു. ദ്രഹ്മ പോയാൽ വീടിനകത്തേ പോകത്തുള്ളൂ. അത് തിരിച്ചു കിട്ടണമെങ്കിൽ വീട് അടിച്ചു വാരി അവിടെ വെളിച്ചം കത്തിക്കണം. അങ്ങനെ തിരിച്ചെടുത്തു. 2, 100 ആടുള്ളതിലൊന്ന് കാണാതെ പോയതാണ്. ആടിനെ കാണാതെ പോയാൽ ഒരിക്കലും വീടിനകത്ത് കാണത്തില്ല, കാടുകളിലേക്ക് ഇറങ്ങും. വല്ല വന്യമൃഗവും തിന്ന് കഴിഞ്ഞില്ലെങ്കിൽ അതിനെ രക്ഷിക്കുവാൻ കഴിഞ്ഞെന്ന് വരും. ആ ആടിനെ തേടി ഇടയൻ പോയി. 3 യേശു പറയുന്ന ഉപമയാണ് ധൂർത്തുപുത്രൻ. ധൂർത്തുപുത്രൻ്റെ പുറകെ അപ്പൻ പോകത്തില്ലെന്നറിയാമോ? അങ്ങനൊരു സിസ്റ്റം ഈ അപ്പനില്ല. ധൂർത്തുപുത്രൻ തന്നെ പോയവനാണ്, തന്നെ വരണം, വേറൊരു മാർഗവും ഇല്ല. അപ്പൻ്റെ സംസ്കാരം പിടിക്കാതെ, അപ്പൻ്റെ വീട്ടിലെ സ്വാതന്ത്ര്യം പിടിക്കാതെ, ഒന്ന് സ്വതന്ത്രമായി ശ്വസിക്കുവാൻ ഇറങ്ങിപ്പോയ മോനെ, അത് സുബോധം പോയിട്ടാടാ ഈ സ്ഥിതി നിന്നെ കൊണ്ടുവന്നാൽ ട്രീറ്റ്മെൻറ്റ് നടക്കത്തില്ല. സുബോധം വരണമെങ്കിൽ കുറേ നാൾ പന്നിക്കൂട്ടത്തിൽ നിൽക്കണം. സുബോധം വരുമ്പോൾ മടങ്ങി വാ. ആ മകൻ മടങ്ങി വന്നു. അപ്പൻ അവനെ അംഗീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, പുതുജനനത്തിന് അവകാശിയായി. ഇന്ന് ഈ എൻ്റെ മകനെ കാണാതെ പോയിരുന്നു, അവനെ കണ്ടുകിട്ടി. ഞാൻ അവനെ വേലക്കാരനെന്നല്ല വിളിക്കുന്നത്, ഞാൻ അവനെ മകനെന്ന് വിളിക്കും. പക്ഷേ വീടിനകത്ത് പ്രവേശിക്കണമെങ്കിൽ അവൻ്റെ കൈക്കൊരു അധികാരത്തിൻ്റെ മോതിരം വേണം, കാലിനൊരു പുതിയ ചെരുപ്പ് വേണം, അവനൊരു പുതിയ വസ്ത്രം ധരിക്കണം. ആ പടിക്കൽ വന്ന് നിൽക്കുന്ന, വീടിൻ്റെ പടിക്കൽ വന്ന് നിൽക്കുകയാണ്. അപ്പൻ അവൻ്റെ കഴുത്തിൽ വീണു. വേലക്കാരോട് പറയുകയാണ്, ഞാൻ ഇവനെ തിരികെ അംഗീകരിച്ചു. ആ രക്ഷിക്കപ്പെടാത്ത കിടന്നവനെ ഇറങ്ങി വെളിയിൽ പോയവൻ മടങ്ങി വന്നതോടെ ഞാൻ ഇവനെ അംഗീകരിച്ചു. എൻ്റെ വേലക്കാരിൽ ഒരുവനെ പോലെ ആക്കുവാൻ അവൻ ആവശ്യപ്പെട്ടെങ്കിലും ഞാൻ അവൻ്റെ പുത്രത്വം തിരികെ നൽകി. ഇന്ന് ഇതിനകത്തിരിക്കുന്ന അനേകർ പുത്രിമാരാണ്, പുത്രന്മാരാണ്, സന്തതികളായി നമ്മെ അംഗീകരിച്ചു. പക്ഷേ വസ്ത്രം മാറാതെ വീട്ടിൽ പ്രവേശിക്കാൻ ഒക്കത്തില്ല. റിസ്റ്റോറേഷൻ നടന്നു, വീണ്ടും ജനനം നടന്നു, മടങ്ങിവരവ് നടന്നു. അപ്പനെ അംഗീകരിച്ചു. വീട്ടിൽ കയറണമെങ്കിൽ വസ്ത്രമൊന്ന് മാറിയേ മതിയാകൂ. പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരുവാൻ, ആ ഒറിജിനൽ സിറ്റുവേഷനിലേക്ക് മടക്കി വരുത്തുവാൻ ഇന്ന് പകൽ മാറേണ്ടത് എന്ത്?
മുടിയനായ പുത്രൻ, ധൂർത്തുപുത്രൻ മടങ്ങി വന്നവനാണ്. അപ്പൻ അംഗീകരിച്ചതാണ്. പക്ഷെ ഇന്നും അവൻ്റെ പ്രകൃതി ആ പന്നിക്കൂട്ടത്തിൻ്റെ പ്രകൃതിയാ. ഇന്നും അവൻ്റെ വർത്തമാനം ആ പന്നിക്കൂട്ടത്തിൻ്റെയാ. ഇന്നും അവൻ്റെ ഇടപെടൽ ആ പന്നിക്കൂട്ടത്തിൻ്റെയാ. ഇല്ല, ദൂരദേശത്തെ പൗരൻ്റെയാ. അവൻ ഇടയ്ക്ക് പോയി ആശ്രയിച്ചത് അവിടെയാണ്. ഇന്ന് പകൽ ഇവൻ്റെ വസ്ത്രം ഒന്ന് മാറിയിരുന്നെങ്കിൽ വീട്ടിൽ തിരികെ കയറ്റാമായിരുന്നു. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശു കേവലം അംഗീകരിക്കുക മാത്രമല്ല, പൂർത്തി വരുത്തേണ്ടതിന് തൻ്റെ വേലക്കാർക്ക് ഉത്തരവ് കൊടുക്കുന്നവനായി യേശു വേഗം മേൽത്തരമായി അങ്കി കൊണ്ടുവന്ന്, വരുന്ന ഞായറാഴ്ച ആട്ടെന്നല്ല പാസ്റ്ററെ, ഈ ആണ്ടൊന്ന് കഴിയട്ടെന്നല്ല, പെങ്ങളുടെ കല്യാണം ഒന്ന് കഴിയട്ടെ, അല്ലെ എൻ്റെ വിവാഹം ഒന്ന് കഴിയട്ടെ, പിന്നെ നന്നാകാമെന്നല്ല. ഞാൻ ഇന്ന് ഇൻ്റർനെറ്റിലൂടെ അതിശക്തമായ ഒരാശയം പറയുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഇതിനകത്തിരിക്കുന്നവർക്കും ബാധകമാണ്. കഴിഞ്ഞ ഏറെക്കുറെ 2 ആഴ്ച കൊണ്ട്, കഴിഞ്ഞ 3 ആഴ്ച കൊണ്ട് 15-ലധികം വ്യക്തികൾ, അല്ല 2 ആഴ്ച കൊണ്ട്, ഒരു ദിവസം ഒരാളെന്ന ആവറേജ് കണക്കിന് മുകളിൽ 15-ലധികം വ്യക്തികൾ എന്നെ വിളിക്കുകയും വിവാഹ ജീവിതം പൊളിഞ്ഞു, ക്രെഡിറ്റ് കാർഡുള്ളതെല്ലാം ഭർത്താവ് എടുത്തുകൊണ്ട് പോയി ചാർജ് ചെയ്തു, ഞാനാ ജോലി ചെയ്യേണ്ടത്, അവൻ കള്ളും കുടിച്ചിരിക്കുകയാണ്, ഇല്ലെങ്കിൽ എനിക്ക് മിച്ചമുള്ളത് ഇടിയും തൊഴിയുമാണ്. പാസ്റ്ററെ, പണ്ടൊരു കാലം ഞാൻ ബഥേലിൽ വന്ന് സ്നാനപ്പെട്ടതാ. എന്നിട്ട് അപ്പൻ നിർബന്ധിച്ചു, അമ്മ നിർബന്ധിച്ചു, വേറെ കല്യാണം നടത്തത്തില്ലെന്ന് പറഞ്ഞു. നിർബന്ധിച്ചതുകൊണ്ട് ഒരവിശ്വാസിയുമായി വിവാഹം കഴിഞ്ഞു. പ്രവാചകന്മാർ എന്നോട് പറഞ്ഞതാ, മറ്റു പലരും എനിക്ക് ദൂത് തന്നതാ. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ. ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി പ്രവചിക്കുന്ന പ്രവാചകനെ തിരുവചനം കൊടുക്കുന്ന ഓമനപ്പേർ കള്ളപ്രവാചകൻ എന്നാ. അത് ദൈവത്തിൻ്റെ പ്രമാണമല്ല. അവിവാഹിതരായി ഇതിനകത്തിരിക്കുന്നവർ, ഇന്ന് പകലിനെ ശ്രദ്ധിക്കുന്നവർ, ലോകത്തിൻ്റെ 5 വൻകരകളിലുള്ളവർ ദയവായി ശ്രദ്ധിച്ചാലും വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ ഇണയില്ല, പിണ കൂടരുത്. അത് ശാപകരമാണ്. അത് ശാപകരമാണ്. ഒരു ദൈവവേദന ആവശ്യം എന്തെന്നുള്ള കൺവിക്ഷൻ ഇല്ലാത്ത ഒരു വ്യക്തിയുമായി ബന്ധം കൂടുന്നത് ശാപകരമാണ്. അതിന് പോകരുതേ. കഴിഞ്ഞ 2 ആഴ്ചക്കകം 2-3 ആഴ്ചക്കകം കുറഞ്ഞാലും 15 വ്യക്തികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിളിച്ച്, ജീവിതത്തിൽ ഇനി ഒരു കാലത്തും രക്ഷപ്പെടാൻ മാർഗമില്ല, ജീവിതം നശിച്ചു, കന്യകത്വം പോയി, ഒരു കുഞ്ഞും കൂടെ ഉണ്ട്, ചിലർക്ക് മക്കളും ഉണ്ടായിട്ടില്ല, പാസ്റ്ററെ ജീവിതം ശാപമായി, ആത്മഹത്യക്ക് പലപ്പോഴും താല്പര്യപ്പെട്ടു. ഏതോ ഒരു ഭയം, ഒന്നുകൂടെ പ്രാർത്ഥിക്കണേ ഇയാളൂടെ നന്നാകാൻ. കുഞ്ഞേൾ നന്നാകുന്നത് എളുപ്പമല്ല. കാര്യം ദൈവപ്രമാണം വിട്ടുപോയ നിന്റെ പ്രാർത്ഥന കേൾക്കാൻ ആരെവിടുന്ന് വരാനാ? ഞാൻ മറുഭാഷ പറയുന്നുണ്ട്, അത് വഴിയറമ്പിലെ സ്ഥിരം സംഭവമാണ്. മറുഭാഷ അതിനകത്ത് യാതൊരു അർത്ഥമുണ്ട്, പക്ഷെ ഇവിടെ അത് രക്ഷിക്കാൻ കഴിയുന്നതല്ല. ഞാൻ ഗൗരവത്തിൽ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഒന്ന് ഓർമ്മിപ്പിച്ചതാ. ആ പന്നിക്കൂട്ടത്തിലെ സിസ്റ്റം ഒന്ന് മാറ്റി വെച്ച് അകത്തൊന്ന് കയറൂഞ്ഞ് വിടുവിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, അപ്പൻ അംഗീകരിച്ചു. പക്ഷേ വസ്ത്രം മാറിയിട്ടില്ല. പൂർത്തീകരിക്കുന്നവനായി ഒരു യേശു ഉണ്ട്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശു. ഞാൻ 3-മതൊരു കാറ്റഗറിയെ ഒന്ന് തൊടാൻ പോകുകയാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം 1:10. നെഹമ്യാവിൻ്റെ പുസ്തകം 1:10. അവർ നിന്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീ വീണ്ടെടുത്ത നിന്റെ ദാസന്മാരും നിന്റെ ജനവുമല്ലോ. ഇത് യെരൂശലേമിൽ നിന്ന് ഒരിക്കൽ അടിമത്വത്തിൽ പോയ ശേഷം മടങ്ങി വന്നവരെ കുറിച്ച് പറയുന്ന പദമാണ്. അവർ അങ്ങ് വീണ്ടെടുത്തവരാണ്, വീണ്ടെടുക്കപ്പെട്ട ജനം. 2-ാം അധ്യായം 17-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? വീണ്ടെടുക്കപ്പെട്ടവർ. പക്ഷേ അനന്തരം ഞാൻ അവരോട്, യെരൂശലേം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവിൻ, നാം ഇനിയും നിന്നാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിന്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. ഇവിടെ ചില മിനിറ്റുകൾ നിൽക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഈ ജനം വിടുവിക്കപ്പെട്ടവരാണ്, ബാബേലിന്റെ അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്, 6 മാസം യാത്ര ചെയ്ത് യെരൂശലേമിൽ മടങ്ങി വന്നവരാണ്. പക്ഷേ അവർ വരുമ്പോൾ പ്രതീക്ഷിച്ചത് മതിലുള്ള ഒരു പട്ടണമാണ്. ഇവിടെ വന്നപ്പോൾ കണ്ടത് മതിൽ പൊളിഞ്ഞു കിടക്കുന്നു, വാതിലുകൾ തീ വെച്ച് ചുട്ടുകിടക്കുന്നു, പ്രൊട്ടക്ഷൻ ഇല്ല. മടങ്ങി വന്നു പ്രൊട്ടക്ഷൻ ഇല്ലാത്തവർ. ഇന്ന് ചിലതിനൂടെ പ്രൊട്ടക്ഷൻ തരുവാൻ നമ്മുടെ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നമുക്കൊന്ന് നോക്കാം. ഇതൊരു പ്രധാനപ്പെട്ട ആശയമാണ്. മിക്കവാറും സന്ദേശങ്ങളിൽ എവിടെയെങ്കിലും ഡെലിവറൻസിനെ കുറിച്ച് തൊടുന്നത് പതിവുണ്ട്. ഇന്ന് പകൽ ഇവിടെ വന്ന് തൊടുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ഏതാണ് സാഹചര്യം? ബാബേലിൻ്റെ അടിമത്വത്തിലേക്ക് പോയ ഇസ്രായേൽ ജനം നീണ്ട 70ഓളം വർഷം ബാബേലിൻ്റെ അടിമത്വത്തിലായിരുന്നു. അടിമജീവിതം എന്നത് ഇന്ന് നമുക്ക് ചിന്തിക്കാനൊക്കത്തില്ല.
അന്നത്തെ ജീവിതം കഷ്ടമാണ്. അവർ ബാബേല്യർക്ക് അടിമകളായി അടിമജീവിതം ചെയ്തു. ദൈവത്തിൻ്റെ കരുണയാൽ ബാബേൽ സാമ്രാജ്യത്തെ പൊളിച്ച് ദൈവം അവരെ പുറത്തെടുത്തു. അവർ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകും. സ്വന്തം ദേശത്തിൻ്റെ പ്രത്യേകത എന്താണ്? വട്ടത്തിൽ മതിലും അതിന് കതകുകളും ഉള്ളതാണ് ഞങ്ങളുടെ പട്ടണം. ഞങ്ങൾ സംരക്ഷിക്കപ്പെട്ടവരാണ്. ആ പട്ടണത്തിലേക്ക് മടങ്ങി വന്നാൽ ഞങ്ങൾക്ക് നന്മകളുണ്ട്, അതിനൊരു സംരക്ഷണമുണ്ട്. ഞാൻ ഒരുപാട് ആവർത്തി ലോകത്തിൻ്റെ 5 വൻകരകളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. യെരൂശലേമിൻ്റെ പ്രത്യേകത 1, മതിലുള്ള പട്ടണമാണ്. 2, മണമുള്ള പട്ടണമാണ്. അവിടെ വന്നാൽ അത്തി പൂക്കുന്ന കാലത്ത് അത്തിപ്പൂവിൻ്റെ മണം, വ്യത്യസ്ത സസ്യങ്ങൾ പൂക്കുന്ന കാലം ആ പൂവിൻ്റെ മണം, 12 മാസവും മണം മാറി മാറി അടിക്കുന്ന സുഗന്ധങ്ങളുടെ നാടാണ് യെരൂശലേം. മതിലുള്ള പട്ടണം. 2, മണമുള്ള പട്ടണം. 3, ആരാധനയുള്ള പട്ടണം. യെരൂശലേമേ, ഞങ്ങൾ നിന്നെ മറന്നുപോയാൽ ഞങ്ങളുടെ വലങ്കൈ മറന്നു പോകട്ടെ. ഞങ്ങളുടെ മുഖ്യ സന്തോഷത്തേക്കാൾ യെരൂശലേമിൻ്റെ സന്തോഷം ഞങ്ങൾ കുറച്ച് കളഞ്ഞാൽ ഞങ്ങളുടെ നാക്ക് മേലെണ്ണാക്കോട് പറ്റിപ്പോകട്ടെ. അയ്യോ, അവിടെ ഒരു നദിയുണ്ട്, ആത്മനദിയാണ്. അതിൻ്റെ തോടുകൾ അത്യുന്നതിൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നതാണ്. ആരാധനയുള്ള പട്ടണം. ഈ പട്ടണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ബാബേലിൽ നിന്ന് 6 മാസം നടന്ന് 10,000 ഒരുമിച്ച് യെരൂശലേമിൽ മടങ്ങിയെത്തുന്നത്. ദൈവം തുറന്നു കൊടുത്ത വാതിലിലൂടെ ഇറങ്ങി വന്നവരാണ് ഞാനും നിങ്ങളും. അങ്ങനെയാ. ചിലർ കട്ടു ഒളിച്ചും സ്നാനപ്പെട്ടവരുണ്ട്, അനുവാദത്തോടുകൂടെ സ്നാനപ്പെട്ടവരും ദുർമുഖം കണ്ടേച്ചായിരിക്കും ഇറങ്ങിയത്. എന്നാ പറഞ്ഞാലും നീ ബെന്തിക്കോസിൽ പോയതല്ലേ എന്ന് നാട്ടുകാർ ചോദിച്ചതായിരിക്കാം വേറെ ചിലർ. വിഭിന്ന സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ വിടുവിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. അടിമത്വത്തിൽ നിന്ന് വിടുവിച്ചു. നീണ്ട 6 മാസം നടന്ന് അവർ യെരൂശലേമിലെത്തി. ഇവിടെ വരുമ്പോൾ കാണുന്നത് ഇവർ വീണ്ടെടുക്കപ്പെട്ട ജനമല്ലേ കർത്താവേ? അതെ. പക്ഷെ കാണുന്നത് മതിൽ പൊളിഞ്ഞു കിടക്കുന്നു, മതിലില്ലാത്ത പട്ടണം. അങ്ങും ഇഞ്ഞും ചില ഇറമ്പുകളിൽ 2-3 കതകുകൾ ഉണ്ടായിരുന്നത് തൻ്റെ തീ വെച്ച് ചുട്ടുകളഞ്ഞിരിക്കുന്നു. കതകില്ലാത്ത പട്ടണം, മണമുള്ള പട്ടണം പ്രതീക്ഷിച്ചാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ ദുർഗന്ധമടിക്കുന്നു. ക്രിസ്തീയ മാസികകൾ, ക്രിസ്ത്യാനികളുടെ ജീവചരിത്രം നോക്കിയാൽ നാറുന്ന അനുഭവങ്ങൾ സഭകൾക്കകത്ത് നുരച്ചു പൊങ്ങുകയാ. ഞാൻ എങ്ങനെ അത് പറയണമെന്ന് എനിക്കറിയാൻ വയ്യ. ബാംഗ്ലൂരിലെ നമ്മുടെ ചർച്ചിനെ കുറിച്ച് ഞാൻ ഈ ചില ആഴ്ചകളായി വളരെ ഗൗരവമായി ഈ ആശയം തൊടുന്നുണ്ട്. ഇതിന് മുമ്പ് ഞാൻ തൊടാതിരുന്നു. ഐ ഡോണ്ട് വാണ്ട് ടു ബി ഒഫൻസീവ് ടു എനിബഡി, ബട്ട് അറ്റ്ലീസ്റ്റ് ഐ നീഡ് ടു ബി ഡിഫെൻസീവ് നൗ. ചില ആഴ്ചകളായി ഞാനിത് തൊടുന്നുണ്ട്. ബാംഗ്ലൂരിലെ നമ്മുടെ ചർച്ചിനെ കുറിച്ച് അവിഖ്യാതി പറയുന്ന പലരുമുണ്ട്, ഉപദേശ പെശക എന്ന് പറയുന്ന പലരുമുണ്ട്. ഏറ്റവും അധികം ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ, ഏറ്റവും അധികം ക്രിട്ടിസൈസ് ചെയ്ത സാഹചര്യത്തിൽ ഇതര പെന്തക്കോസ്റ്റൽ വിഭാഗങ്ങളിൽ മലയാളം കമ്മ്യൂണിറ്റിയിൽ ഉള്ളതിൽ ഏറ്റവും ടോപ്പ് ലെവൽ ഉപദേശകാര്യങ്ങളിൽ ഭദ്രത സൂക്ഷിക്കുന്ന ചില കർത്തൃദാസന്മാരെ, പ്രത്യേകിച്ച് ഒരിക്കൽ ഒരാളിനെ, പിന്നൊരിക്കൽ വേറൊരാളിനെ അങ്ങനെ നമ്മുടെ ചർച്ച വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അനുഗ്രഹങ്ങളും ശാപങ്ങളും എന്നുള്ള വിഷയമായിരുന്നു ഒരു കാലത്ത് സാധാരണക്കാരൻ ഒക്കാത്ത ഒരു ശുശ്രൂഷ ഇവിടെ ആരെങ്കിലും ചെയ്ത അസൂയയ്ക്ക് കുറവില്ല. ആത്മവിശ്വാസ വേറൊന്നും, അങ്ങനെ പലതും 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 പലതും. ആ കർത്തൃദാസന്മാരെ വിളിച്ചുകൊണ്ട് വന്ന് ദയവായി ഞങ്ങളുടെ ക്ലാസ് മുഴുവനും കേട്ട ശേഷം ഇതിനെക്കുറിച്ചൊരു ഒപ്പീനിയൻ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരാൾ വന്ന് 4 ദിവസം താമസിച്ച് 5-ാമത്തെ ദിവസത്തെ കേഴ്സ് ബ്രേക്കിങ്ങിൽ ക്ലാസ് മുഴുവനും അറ്റൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, പാസ്റ്ററെ, ഇതിനകത്ത് എവിടെയെങ്കിലും ഒരറ്റത്തെങ്കിലും അല്പമെങ്കിലും പെശ കൊണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ. കാര്യം ഞങ്ങളിത് മറ്റുള്ളവരെ പിന്നെയും പഠിപ്പിച്ച് അവരും കൂടെ നരകത്തിൽ പോയല്ലോ എൻ്റെ ഒപ്പം. അന്ന് അദ്ദേഹം പറഞ്ഞൊരു പദം ഓർമ്മയുണ്ട്, ഇത് തെറ്റാണെങ്കിൽ ബൈബിള് തെറ്റാ. അദ്ദേഹം പറഞ്ഞ വാചകമാണ്, ഇത് തെറ്റാണെങ്കിൽ ബൈബിള് തെറ്റാ. കാര്യം അത്ര ക്ലിയറായിട്ടാണ് പറയുന്നത്. അപ്പം നമ്മുടെ സുനിൽ പാസ് അദ്ദേഹത്തോട് ചോദിച്ചു, ആം ഐ റൈറ്റ്? സുനിൽ പാസ് അദ്ദേഹത്തോട് ചോദിച്ചു, പിന്നെ പാസ് എന്നെ നിങ്ങളെല്ലാം ഇങ്ങനെ വരും? എടാ, അത് ഞങ്ങളൊരു ഉപദേശിയെ ഒരു ചർച്ചിലോട്ട് വിട്ടാൽ പോകുന്ന വർഷം 40 മെമ്പേഴ്സ് കാണും, പിറ്റേ കൊല്ലവും 40, 3-ാം വർഷം 39. എന്തിടെ നിനക്ക് വളർച്ചയില്ലാത്ത നോക്കുമ്പോൾ എം എ വരീസ് ഭാവിയാന്ന് പറയും. നമ്മുടെ പ്രശ്നം മറയ്ക്കാൻ, ഒരു മറപിടിക്കാൻ, അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേറെ ഒന്നും ഇതിനകത്തില്ല. നിങ്ങൾക്കിത് കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ? ഇത് രണ്ടും കൂടെ റെക്കോർഡ് ചെയ്ത ഒരാൾ ഒരിക്കൽ പറഞ്ഞു, പൊയ്മുഖങ്ങൾ എന്ന പേരിൽ ഞാനൊരു വീഡിയോ റിലീസ് ചെയ്യാൻ പോവാം. കാര്യം അവിടെ വന്ന് കവർ കാണുമ്പോൾ അങ്ങനെ, ഇവിടെ വന്ന് കവർ കാണുമ്പോൾ ഇങ്ങനെയും പറയുന്നവൻ. 1. 2,
അകത്തെ പ്രശ്നങ്ങൾ ചീഞ്ഞു നാറുന്ന ആ നാറ്റം ആർക്കും മനസ്സിലാകാതിരിക്കുവാൻ ആശയങ്ങൾ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നവർ 6 മാസത്തെ യാത്ര കഴിഞ്ഞ് യെരുശലേമിൽ മടങ്ങി വരുന്നവൻ, മണമുള്ള പട്ടണം പ്രതീക്ഷിച്ചു വന്നവൻ, ചണ്ടിക്കൂമ്പാരങ്ങൾ അളിഞ്ഞു നാറുന്ന പട്ടണത്തിൽ കയറി. 3, ആരാധനയുടെയും ആലയത്തിൻ്റെയും സ്ഥാനത്തേക്ക് വരുവാൻ വന്നവർ കാണുന്നത്, ഇവിടെ ആരാധിക്കാൻ ആലയം പോയിട്ട് ആലയം പണിതിരുന്ന സ്ഥലം കൂടെ പൊളിച്ചു മാറ്റി കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു കിടക്കുന്നു. അവർ കുത്തിയിരുന്ന് നിലവിളിക്കാൻ തുടങ്ങി. ഈ സാഹചര്യത്തിൽ നെഹമ്യാ ഉപയോഗിക്കുന്ന ഒരു വാചകമാണിത്. ഇടയ്ക്കത്തെ ചരിത്രങ്ങൾ ഞാൻ ബ്രാക്കറ്റിട്ട് മാറ്റുക. നെഹമ്യാ ഉപയോഗിക്കുന്ന 2 വാദങ്ങളാണ് നമ്മൾ എടുത്തത്. യഹോവേ, അങ്ങ് വീണ്ടെടുത്ത ജനമാണിവർ, പക്ഷേ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, ഇവർക്ക് മതിലില്ല. ഇന്ന് പകൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടാതെ കിടക്കുന്നതിന് വേണ്ടി മതിൽ കെട്ടുവാൻ 1, യഹോവേ അങ്ങ് സഹായിക്കണമേ. 2, എഴുന്നേൽക്കുവീൻ, നമുക്കൊന്ന് പണിയാം. നാം എത്ര നാൾ നിന്നാപത്രമായി ഇങ്ങനെ പോകും? ഒന്ന് എഴുന്നേറ്റ് പണിയുവാൻ കർത്താവ് നമ്മെ ശക്തീകരിക്കട്ടെ. ഇന്നിനി അങ്ങോട്ട് തുടരാൻ എനിക്കൊക്കത്തില്ല. വിടുവിക്കപ്പെട്ടു, മടക്കി വന്നു, എത്തേണ്ടിടത്തെത്തി, പക്ഷെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്ന് പകൽ ചില ദൈവിക പ്രൊട്ടക്ഷനുകൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി വരട്ടെ. അതിൻ്റെ സമ്പൂർണ്ണതയും യേശുവിൻ്റെ കാൽവരിയിലുണ്ട്. എന്നേക്കുമുള്ള ദിവ്യത, എന്നേക്കുമുള്ള നിത്യത, എന്നേക്കുമുള്ള ദിവ്യ വിടുതൽ, എന്നേക്കുമുള്ള പ്രൊട്ടക്ഷൻ എനിക്കും നിങ്ങൾക്കും തരേണ്ടതിന് വേണ്ടി ഏകയാഗത്താൽ സകലതും പൂർത്തീകരിച്ചവൻ ഇന്ന് നമ്മെ സഹായിപ്പാൻ ശക്തനാണ്. യേശുവിൻ്റെ കാൽവരിയിൽ യേശു അടിയേറ്റത് ഇന്നിതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, താങ്കളുടെ രോഗത്തിന് വേണ്ടിയാ. നിസ്സാരമായ രോഗങ്ങളെ മാത്രം അഡ്രസ്സ് ചെയ്ത് മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഗൗരവമുള്ള ചിലതും കൂടെ നമുക്ക് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാം. മറക്കരുത്, കാലം മാറുന്നതിനൊത്തവണ്ണം രോഗങ്ങൾ മാറുകയാ. പുതിയ പുതിയ മരുന്നുകൾ രംഗത്ത് വരുന്നതിനൊത്തവണ്ണം തീരാവ്യാധികളുടെ എണ്ണം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാ. പക്ഷേ നിവർത്തിയായി എന്ന് കാൽവരിയിൽ അന്ന് വിളിച്ചു പറഞ്ഞ വാക്കുണ്ടല്ലോ, ഈ സകലത്തെക്കാളും വലുതാകയാൽ ഇന്ന് പകൽ ചിലതിനും കൂടെ സമ്പൂർണത വരുത്തേണ്ടതിന്, പൂർത്തി വരുത്തേണ്ടതിന് തൻ്റെ ഏകയാഗത്താൽ, ഹല്ലേലൂയ, ഏകയാഗത്താൽ സമ്പൂർണത വരുത്തുന്നവനായ ദൈവം ഇന്ന് പകൽ നമുക്കൊരു സമ്പൂർണത അതിനകത്തൊന്ന് ഏറ്റെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങൾ വന്ന് ആഞ്ഞടിക്കുക, ഇടയ്ക്കിടയ്ക്ക് സാമ്പത്തിക പരാജയം ഉണ്ടാകുക. ഇന്ന് പകൽ വേലി പൊളിഞ്ഞു കിടക്കുന്നെങ്കിൽ, ഇന്ന് പകൽ മതിൽ പൊളിഞ്ഞു കിടക്കുന്നെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇതിനകത്തൊരു വിടുതൽ ഞങ്ങൾ പ്രഖ്യാപിക്കുക. ഹല്ലേലൂയ. ഇതിനകത്തൊരു വിടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കുക, ഇതിനകത്തൊരു വിടുതൽ ഞങ്ങൾ പ്രഖ്യാപിക്കുക. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് പറഞ്ഞു, ഇതിനകത്തൊരു വിടുതൽ, ഇതിനകത്തൊരു വിടുതൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. നമ്മൾ പറഞ്ഞെങ്കിലേ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാനൊക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ അത്ഭുത ക്രിയകൾ വാക്കുകളിൽ ബേസ്ഡ് ആണ്. എൻ്റെ വായിൽ തന്ന വചനം, രക്ഷിക്കപ്പെട്ട എൻ്റെ വായിൽ, ആത്മാവിനെ പ്രാപിച്ച് എൻ്റെ വായിൽ ദൈവം തന്ന വചനം, നമ്മുടെ വാകളിൽ ദൈവം തന്ന വചനം, അത് ദൈവിക പ്രവൃത്തിക്ക് വേണ്ടിയാ. ഈ പകൽ വചനം ഇവിടുന്ന് പോയി ചില രോഗികളെ സൗഖ്യമാക്കട്ടെ, ചില ഹോസ്പിറ്റലുകളിൽ ചില ദൈവിക വിടുതലുകൾ നടക്കട്ടെ, ചില ഭവനങ്ങളിൽ ചില വിടുതലുകൾ നടക്കട്ടെ. അയ്യോ കർത്താവേ, ഞങ്ങൾ വിടുവിക്കപ്പെട്ടവരാ, പക്ഷേ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. മതിൽ ചാടി വെളിയിൽ പോകാതെ ഈ മതിലിന്റെ ഉള്ളിൽ ഞങ്ങൾ നിൽക്കേണ്ടതിന് കർത്താവേ, ഞങ്ങളുടെ വാതിലുകളും മതിലുകളും അങ്ങ് ബലപ്പെടുത്തി തരണമേ. ഞങ്ങൾക്ക് ചുറ്റും തീമതിലെന്ന് കഴിഞ്ഞ ആഴ്ചയിലും സംസാരിച്ച ആ ദൈവശക്തിയുടെ വ്യാപ്തിയിൽ, ആ തീമതിലിൽ തവേ ഞങ്ങളുടെ ജനത്തെ അങ്ങ് മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ചില മിനിറ്റുകളും കൂടെ എടുക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22:12. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. ഇവിടെ കല്യാണശാലയുടെ അകത്ത് വരെ എത്തി, പക്ഷെ കല്യാണ വസ്ത്രമില്ല. നമ്മുടെ സബ്ജക്റ്റ് എവിടെയാ? പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. കുഞ്ഞിനെ 12ാം ക്ലാസ്സിൽ നിന്ന് പുറത്തെടുക്കേണ്ടതിന്, 12ാം ക്ലാസ് കഴിഞ്ഞ് പുറത്തെടുക്കേണ്ടതിന് കൊണ്ട് 1ാം ക്ലാസ്സിൽ ചേർത്തേച്ച് 1, 2, 3, 4 ക്ലാസ്സിൽ എവിടെയെങ്കിലും, അല്ലെങ്കിൽ 7, 8, 9, 10 എവിടെയെങ്കിലും ഉഴപ്പി തുടങ്ങുമ്പോൾ സ്ക്രൂ ചെയ്യുന്നതും ആ പദമായിരിക്കും നല്ലത്.
ചിലതിൻ്റെ ചെവിക്ക് സ്ക്രൂ കൊടുക്കുന്നത്, ചിലതിൻ്റെ ചെവിയിൽ വാക്കുകൊണ്ടായിരിക്കും, ചിലതിൻ്റെ കൈ കൊണ്ടായിരിക്കും, ചിലതിൻ്റെ പോക്കറ്റ് മണി കട്ട് ചെയ്തായിരിക്കാം, ചിലതിനെ നല്ലതായിട്ട് വഴക്ക് പറഞ്ഞായിരിക്കാം. വടിയെ സ്നേഹിക്കുന്നവൻ മകനെ കളയുന്നു എന്നറിയാവുന്നവരും കുറവല്ല. പല രീതിയിലായിരിക്കും നമ്മൾ സ്ക്രൂ ചെയ്യുന്നതുകൊണ്ടാണ് ഒറ്റപ്പദം മാത്രം. നന്നായി പഠിക്കുന്നതിനെ വെൽഡൺ എന്നും പറഞ്ഞ് സമ്മാനം കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചായിരിക്കാം. വ്യത്യസ്ത രീതികളിൽ പ്രോത്സാഹിപ്പിക്കുന്ന ദൈവപ്രവൃത്തിയുടെ വ്യത്യസ്ത അധ്യായങ്ങളാണ് ഈ പകൽ ഞാൻ ലോകവുമായി പങ്കുവെക്കുന്നത്, ദൈവജനവുമായി പങ്കുവെക്കുന്നത്. ഇവിടത്തെ ഒരുത്തൻ കല്യാണശാലയ്ക്ക് അകത്തു വരെ വന്ന് കയറി. പക്ഷേ രാജാവ് വിരുന്നുകാരെ നോക്കുവാൻ വന്നേച്ചു പറയുകയാണ്, കല്യാണ വസ്ത്രം ധരിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സെൽഫ് റൈച്ചസ്നെസ് എന്ന് പറയുന്ന പരിപാടിയാണ്. ഞാനിങ്ങനെ പറയാം, ഞാനൊരു വെള്ള സഫാരി ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നത്. വന്നത് വഴിയിറമ്പിന്ന കരി വന്നവരാരും കുലീന കുടുംബക്കാരല്ലെന്നറിയാവോ? ഇവരാരും കുലീന കുടുംബക്കാരല്ല. കണ്ട വഴിത്തലയ്ക്കൽ പോയി കിട്ടിയതിനെല്ലാം പിടിച്ചോളാൻ പറഞ്ഞ് വന്നു കയറിയ പാർട്ടിയാണ് നമ്മൾ. നല്ല പുള്ളികളൊക്കെ അവിടെ കിടക്കുന്നേ ഉള്ളൂ, അവരാരും വന്നില്ല, അവരവിടെ ഇരുന്ന് ചാകട്ടെ. പക്ഷെ അകത്ത് കയറാൻ പദവി ലഭിച്ചവർക്കായി സ്തോത്രം. ക്ഷണിക്കപ്പെട്ടവരാരും വന്നില്ല, വിളിക്കപ്പെട്ടവരാരും അതിനെത്തിയില്ല. യജമാനൻ എൻ്റെ വേലക്കാരോട് പറഞ്ഞു, പോ വഴിത്തലക്കലോട്ട് ഇറങ്ങ്, കണ്ട നല്ലവരെയും കൊള്ളാത്തവരെയും എല്ലാം വിളിച്ചോണ്ട് പോവാ. അവിടെ ഭക്തനായതുകൊണ്ട് ദോഷമൊന്നുമില്ല, ഭക്തി കുറവായതുകൊണ്ട് മാറ്റി നിർത്തത്തുമില്ല, എല്ലാത്തിനും വിളിച്ചോണ്ട് പോവാ. അങ്ങനെ വഴിയിറമ്പിൽ കിട്ടിയതിനെ ഒക്കെ വിളിച്ചോണ്ട് വന്നു. എൻ്റെ അഭിപ്രായത്തിൽ ജോലിയില്ലാതെ മാറിയിരുന്നവരുണ്ട്, ഭിക്ഷാടനത്തിന് വേണ്ടി വഴിയിരുന്ന് ഇറമ്പിലിരുന്നവർ കണ്ടേക്കാം. മുടന്തൻ കാണാം, കുരുടൻ കാണാം, വഴി നീളെ അലഞ്ഞു നടന്നവൻ കാണാം, കള്ളടിച്ച് കറങ്ങിയവൻ കാണാം. വഴിത്തലയ്ക്കൽ കണ്ടവർ, ആ പദപ്രയോഗത്തിനായി സ്തോത്രം. വഴിത്തലയ്ക്കൽ കണ്ടവർ, നല്ലവരും കൊള്ളരുതാത്തവരും എല്ലാത്തിനും വിളിച്ചോണ്ട് വാ. ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മറുഭാഷ പറഞ്ഞ് അകത്ത് കയറിയവരുമായ എല്ലാവർക്കായും ദൈവത്തിന് സ്തോത്രം. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ തേണ്ട യജമാനൻ രാജാവ് വിരുന്നുകാരെ കാണാനൊന്ന് ഇറങ്ങി വന്ന്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു രാജാവ് ഒരു സ്ഥലത്തൂടെ പോകുകയാണെങ്കിൽ വഴിയിറമ്പിൽ നിൽക്കുന്ന നാട്ടുകാർക്ക് രാജാവിനെ കാണാൻ റൈറ്റില്ല. ഇന്ത്യയുടെ പ്രസിഡന്റ് ഇതുവഴി യാത്ര ചെയ്യുന്നെങ്കിൽ, അതും ഒരു തുറന്ന വാഹനത്തിലാണെങ്കിൽ, വഴിയിറമ്പിൽ നമ്മൾ ഒരാളിനെ നിർത്താതെ പോലീസ് ഓടിച്ചുകൊണ്ടിരിക്കും. ഒരു VIP യാത്ര ചെയ്യുമ്പോൾ അനുവദിക്കപ്പെട്ടവർക്ക് മാത്രമേ കാണാൻ അവസരം കൊടുക്കത്തുള്ളൂ. ഒരു VIP ചർച്ചിനകത്ത് വന്നാൽ സ്ക്രീൻ ചെയ്ത് പോലീസ് ഇതിനകത്ത് ആളുകളെ കയറ്റത്തുള്ളൂ. എനിക്കറിയാം, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുക. ഒരു രാജാവ് ഒരു സ്ഥലത്ത് വന്ന് ഒരു റോഡ് യാത്ര ചെയ്താൽ ഇവർക്കാർക്കും കാണാൻ അർഹതയുള്ളവരല്ല. ഒളിച്ചും പാത്തും വല്ല മരത്തേലും കയറി ഇരുന്ന് വേണം രാജാവിനെ കാണേണ്ടത്. ആ പുള്ളികളെയാണ് വിളിച്ച് ഇപ്പോൾ വിരുന്നുശാലയ്ക്കകത്ത് കൊണ്ടിരുത്തിയത്. രാജാവ് ഇപ്പോഴവരെ കുറിച്ച് പറയുന്നത്, ഇവരെൻ്റെ വിരുന്നുകാരാ. അതിൽ ഓരോരുത്തരെ ഇങ്ങോട്ടൊന്ന് ഷെയ്ക്ക് ആൻഡ് ചെയ്യുവാൻ, അയ്യോ ഇന്നലെ രാജാവിനെ ഒന്ന് കാണുവാൻ ആപ്ലിക്കേഷൻ കൊടുത്ത് 5 കൊല്ലമായി കാത്തിരുന്നവൻ, ഒക്കാതിരുന്നവൻ, ഇന്ന് തൻ്റെ രാജാവ് വന്ന് എൻ്റെ അതിഥി എന്ന് പറഞ്ഞ് ഷെയ്ക്ക് ആൻഡ് ചെയ്യാൻ വന്നതാണ്. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതെ വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരായി, ഭൂമിയിൽ ദൈവമില്ലാത്തവരായി, അന്യരും പരദേശികളുമായി ഇരുന്ന് നമ്മെ വിളിച്ച് ആരുടെയും നന്മ കൊണ്ടല്ല, ആരുടെയും മേന്മ കൊണ്ടല്ല, രാജാവിൻ്റെ കല്യാണത്തിന് ആള് വേണ്ടതിനാൽ വിളിച്ചുകൂട്ടി ഒരുമിച്ച് വന്നവനാണ് ഞാനും നിങ്ങളും. ഇങ്ങനെ അകത്ത് കയറിയ വിരുന്നുകാരെ കാണുവാൻ രാജാവ് വരുമ്പോൾ ഒരു പുള്ളി തേണ്ട കല്യാണ വസ്ത്രം ഇല്ലാതെ ഇരിക്കുന്നു. എന്നാ കല്യാണ വസ്ത്രം? രാജാക്കന്മാർ രംഗപ്രവേശനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രാജ്യത്വം ഏറ്റെടുക്കുമ്പോൾ വിരുന്നുവാഴികൾ, അപ്പക്കാരുടെ പ്രമാണി, പാനപാത്രവാഹകന്മാരുടെ പ്രമാണി, വസ്ത്രവിചാരകൻ എന്നിവരെ രാജാവ് പുതുതായി നിയമിക്കും. എന്നൊരു പുതിയ പ്രൈം മിനിസ്റ്ററോ ഈവൻ ചീഫ് മിനിസ്റ്റർ ചാർജ് ഏറ്റെടുത്താൽ തനിക്കിഷ്ടമുള്ളവരും തനിക്ക് വിശ്വാസവും കോൺഫിഡൻസും ഉള്ളവരുമായ സീനിയർ ഓഫീസേഴ്സിനെ തൻ്റെ കൂടെ നിയമിക്കുന്നത് പോലെ രാജാക്കന്മാർക്ക് വിശ്വാസമുള്ളതും അവരുടെ ഇംഗിതം നന്നായി അറിയാവുന്നവരുമായ ഒരു കൂട്ടം ആളുകളെ ഈ പ്രധാന സ്ഥാനങ്ങളിലേക്ക് നിയമിക്കും. തുടർന്ന് രാജകൊട്ടാരത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഒക്കേഷൻ ഉണ്ടെങ്കിൽ അന്ന് വരുന്ന അതിഥികൾക്ക് കൊടുക്കേണ്ടതിന് വസ്ത്രവിചാരകൻ്റെ കയ്യിൽ എല്ലാ നമ്പറിലുമുള്ള വസ്ത്രങ്ങളുണ്ട്. വസ്ത്രം ഇപ്പം നമ്പറിലാണല്ലോ, എല്ലാ സൈസിലും നമ്പറിലുമുള്ള വസ്ത്രങ്ങളുണ്ട്. വരുന്നവർക്ക് കൊടുക്കേണ്ടതിന്, അവരവർക്ക് രുചികരമാകേണ്ടതിന് വ്യത്യസ്ത തരങ്ങളിലുള്ള പാനീയങ്ങളുണ്ട്.
വ്യത്യസ്ത ലെവലിലുള്ള ആഹാരങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ട്. വരുന്നവർ അവരവരുടെ സൈസിനൊത്ത ഒരു വസ്ത്രം, രാജാവിൻ്റെ എംബ്ലമുള്ളത് അവിടുന്ന് വാങ്ങിച്ചിട്ടുകൊണ്ട് വേണം കയറാൻ. ഇത് നിയമമാണ്. പക്ഷെ ഒരു പുള്ളിയെ നോക്കിയപ്പോൾ അവന് കല്യാണ വസ്ത്രം ഇല്ല, രാജാവിൻ്റെ എംബ്ലമുള്ള വസ്ത്രം അവനില്ല. ഞാൻ എൻ്റെ ഒരു ഉദാഹരണം എടുക്കാം. ഞാൻ തൻ്റെ നല്ല ഷർട്ട് ഇട്ട് നിൽക്കുക. ഞാൻ നോക്കിയിട്ട് രാജാവിൻ്റെ എൻ്റെ ആവശ്യം എനിക്കില്ല, എൻ്റേത് മതി. ഇത് നല്ലതാണ്. ഞാൻ പറയും വസ്ത്രവിചാരകനോട് പറയും, താനവിടെ ഇരി, എൻ്റെ വസ്ത്രം ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ എടുത്ത് നല്ല ഒന്നാം തരമാണ്. അതുകൊണ്ട് അവനെ നോക്കാം, സുനിൽ പാസ് കണ്ടിരിക്കുന്നു, അവൻ്റെ വസ്ത്രം ശരിയല്ലായിരുന്നു. അവൻ വഴിയറമ്പിൽ നിന്ന് വന്നപ്പോൾ അവൻ്റെ അകത്ത് ചെളിയുണ്ട്, എൻ്റെ അകത്ത് ചെളിയില്ല, അവൻ വസ്ത്രം മാറണം. പിന്നെ അപ്പുറത്താണ്ട് അവളിരിക്കുന്നു, അവിടെ സാരി തീരെ താണതാ, അത് മാറണം. പക്ഷെ ഞാനങ്ങനൊന്നും അല്ലെന്നേ. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മിടുക്കനാ. എനിക്ക് വേറൊരു വസ്ത്രത്തിൻ്റെ ആവശ്യമില്ല. ഒരുപാട് പേര് സെൽഫ് സ്റ്റാൻഡേർഡ് സൂക്ഷിക്കുന്നവരുണ്ട്. ഐ നോ ഹാവ് എ ബിഗ് ബ്രെയിൻ ദാൻ യുവേഴ്സ്. ഞാൻ ഇപ്പോഴത്തെ തലമുറ എനിക്ക് ശരിക്കറിയാം. എനിക്ക് കാര്യങ്ങൾ ചൊവ്വേ അറിയാം. രാജാവ് വന്ന് ഒറ്റ ചോദിച്ചു, മോനെ നിന്നെ വിളിച്ചു കൊണ്ടുവന്നു, വഴി കിടന്ന് നീ അകത്ത് വന്നു, പക്ഷെ വിവാഹ വസ്ത്രം, കല്യാണ വസ്ത്രം എന്ത് ചെയ്യും? കിട്ടാഞ്ഞിട്ടല്ലല്ലോ, എൻ്റെ സമ്പത്തിൽ നിന്നെ കുറവുണ്ടായിട്ടല്ലല്ലോ, നീ സ്നാനപ്പെടാതിരുന്നത് കുളമില്ലാഞ്ഞിട്ടല്ലല്ലോ, നീ അന്യഭാഷ പ്രാപിക്കാഞ്ഞത് പാത്രിപ്യോഗം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, നീ വിശ്വാസം അനുസരിക്കാഞ്ഞത് പഠിപ്പിക്കാൻ ആളില്ലാഞ്ഞിട്ടല്ലല്ലോ. പിന്നെ എന്തടേ? എനിക്ക് എൻ്റെ സ്റ്റാൻഡേർഡാണ് നല്ലത്. ഐ നോ ഇറ്റ്. എന്നാൽ എനിക്ക് വേറൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇതിനകത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞ സ്റ്റാൻഡേർഡ് സൂക്ഷിക്കാത്തവനെ ഇടുന്ന തീയും ഗന്ധവും കത്തുന്ന ഒരു പൊയ്കയുണ്ട്. ഒരിക്കൽ അവിടെ പോയാൽ തിരിച്ചു വരവില്ല. ക്ഷണിക്കപ്പെട്ടു, അകത്ത് വന്നു, കല്യാണ വസ്ത്രമില്ല, പൂർത്തീകരണത്തിലെത്തിയിട്ടില്ല. ഇന്ന് പകൽ പൂർത്തീകരണത്തിലെത്തുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ ചില മിനിറ്റുകളോട് എടുക്കട്ടെ. ഏതായാലും ഹാർവസ്റ്റ് സൊല്യൂഷൻ എന്നുണ്ടെന്ന് തോന്നുന്നില്ല. സോ ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദ പ്രോബ്ലം. ഇന്ന് ഹാർവസ്റ്റ് സൊല്യൂഷൻ ഇല്ല. ആ സാഹചര്യത്തിൽ നമുക്ക് ചില മിനിറ്റുകളോട് എടുക്കാം. ഞാൻ സത്യമായിട്ട് ഇന്ന് രാവിലെ ഓർത്തു, കർത്താവ് കുറേ സമയം മിച്ചം വരും, ബൈബിൾ ക്ലാസ് എടുക്കണം. ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് ദ ടൈം. നിങ്ങളിൽ ഒരാളുടെ ഒരു മിനിറ്റ് നഷ്ടപ്പെടുത്തരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് കഥ പറയാത്തത്, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് തമാശ പറയാത്തത്. സോളിഡ് ദൈവവചനത്തിൽ നിൽക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ചില മിനിറ്റുകളിലൂടെ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ. കർത്താവിന് സ്തോത്രം. കല്യാണശാലയിൽ പ്രവേശിച്ചവർ ദൈവിക സ്റ്റാൻഡേർഡിലേക്ക് വരുവാൻ ഇന്ന് പകൽ നമുക്ക് കർത്താവിനോട് ചോദിക്കാം, കർത്താവേ അങ്ങയുടെ സ്റ്റാൻഡേർഡ് എന്തുവാ? അങ്ങയുടെ സ്റ്റാൻഡേർഡിൻ്റെ റിഫ്ലക്ഷനാണ് ദൈവത്തിൻ്റെ തിരുവചനം. ഇതനുസരിച്ചാണ് എന്നെ ന്യായം വിധിക്കുന്നത്. ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുന്ന ദൈവിക വചനമനുസരിച്ചാണ്. ഇതിൻ്റെ വ്യവസ്ഥയിലാണോ ഞാൻ പോകുന്നത്? അതോ ഏതെങ്കിലും എൻ്റെ സഭയുടെയോ മതത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ ഞാൻ കണ്ടുവന്ന ആ മാതൃകാ ദോഷികളുടെയോ സ്റ്റാൻഡേർഡിലാണോ? ഞാൻ ദൈവവചനത്തിൻ്റെ സ്റ്റാൻഡേർഡിലാണോ? ഞാൻ കല്യാണ വസ്ത്രം ധരിച്ചോ എന്നൊന്ന് സ്വയശോധന ചെയ്യാം. കല്യാണ വസ്ത്രമില്ലാതെ അകത്ത് വന്നവർ അകത്ത് വന്നു, ക്ഷണിക്കപ്പെട്ടു, നിർബന്ധിക്കപ്പെട്ടു, അകത്ത് ഞാൻ എത്തിച്ചേർന്നു. പക്ഷേ കല്യാണത്തിൻ്റെ സജ്ജീകരണങ്ങൾ കണ്ടു. ഭയങ്കരമായിരിക്കുന്നു. രാജകുമാരൻ്റെ അല്ലേ എന്നാ ഭയങ്കരപ്പാ, എന്നാ പ്രവചനം, എന്നാ രോഗസൗഖ്യം, ഞാൻ പോയി, എന്നാ ആള്, എന്നാ നല്ല കാര്യം. മോനെ നിനക്ക് കല്യാണ വസ്ത്രം ഉണ്ടോ? ഇല്ല. അധികം നേരം കാണുകയില്ല. വിട്ടുന്ന് കയ്യും കാലും കെട്ടിയ ഒരേറുണ്ട്. ജീവിത നിലവാരം സൂക്ഷിക്കുന്നവർക്കായി സ്തോത്രം. ജീവിതത്തിൻ്റെ സ്റ്റാൻഡേർഡ് സൂക്ഷിക്കുവാൻ, തിരുവചനത്തിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് വരുവാൻ കർത്താവ് നമുക്കിടയാക്കട്ടെ. ഞാൻ ഒരു കൂട്ടരെ കൂടെ വേഗത്തിൽ തൊട്ടോട്ടെ. മത്തായി 25:9-10 വാക്യങ്ങൾ. ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിൽ അടയ്ക്കുകയും ചെയ്തു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ സമയത്തെക്കുറിച്ച് യേശു വിശദീകരിക്കുന്ന ഭാഗങ്ങളാണ് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഒടുവിലത്തെ അധ്യായങ്ങളിൽ പലതും. അനേക ഉപമകൾ ഒന്നിനു പുറകെ ഒന്നായി യേശു തൻ്റെ മടങ്ങിവരവിനോട് ബന്ധപ്പെടുത്തി പറഞ്ഞു. കാരണം ഒരു ഉപമയിൽ ഒതുങ്ങുന്നതല്ല തൻ്റെ മടങ്ങിവരവ്, അതിനേക്കാൾ വലുതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപമാനങ്ങളിൽ ഒന്നാണ് 25-ാമത്തെ അധ്യായത്തിൽ കാണുന്ന 10 കന്യകമാരുടെ ഉപമ. കർത്താവായ യേശുവിൻ്റെ സന്തോഷം പൂർണ്ണമാകുന്നത് താൻ കാൽവരിയിൽ വിലമുടക്കി വീണ്ടെടുത്ത തൻ്റെ സഭ തൻ്റെ സ്വന്തമായി മാറി ഒരുക്കപ്പെട്ട കാന്തയായി തന്നോടൊപ്പം നിൽക്കുന്ന സാഹചര്യമാണ്. ഒരുക്കപ്പെട്ട കാന്ത എന്ന തീമിൽ ഇവിടെ വെച്ച് കഴിഞ്ഞ വിമൻസ് ഫെലോഷിപ്പ് നടക്കുമ്പോൾ ഞാൻ അന്ന് ആ ഞായറാഴ്ചയും പറഞ്ഞു കാണാം, ഈ കാന്ത എന്ന പദം ഇംഗ്ലീഷിലില്ല.
ദ ബ്രൈഡ് എന്ന പദമേ ഇംഗ്ലീഷിലുള്ളൂ, കാന്ത എന്ന പദം ഇംഗ്ലീഷിലില്ല. ബ്രൈഡ് എന്ന പദമേ ഉള്ളൂ. പക്ഷേ മലയാളത്തിൽ ഇത് കാന്ത എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് വന്നു എന്ന് ഗ്രീക്ക് ഭാഷയിൽ നിന്നൊന്ന് കയറി തപ്പാൻ കർത്താവ് അന്ന് എനിക്ക് പദവി തന്നു. അന്നേരത്ത് കാന്ത എന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെയെന്ന് കണ്ടു. ആ വാദം അവിടെ ഉള്ളത് കൊണ്ടാണ് മലയാളത്തിൽ ഇങ്ങനെ തർജ്ജമ ചെയ്ത് ഇംഗ്ലീഷിൽ വിട്ടുപോയെങ്കിലും, എ വെർജിൻ അണ്ടർ ദ വെയിൽ. എ വെർജിൻ അണ്ടർ ദ വെയിൽ. കാന്ത എന്ന വാക്കിൻ്റെ അർത്ഥം അതാ. മണവാളനോടൊപ്പം വിവാഹത്തിന് വേണ്ടി കൊണ്ടിരുത്തിയിരിക്കുന്ന മണവാട്ടി. ഷീസ് അണ്ടർ ദ വെയിൽ. അടുത്ത ചില മിനിറ്റുകൾ കഴിയുമ്പോൾ വിവാഹം നടക്കാൻ പോവുക. അന്നേരം പയറിൻ്റെ വില തിരക്കാൻ ഇവൾ പോകത്തില്ല. അങ്ങപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നവൻ്റെ പേരന്വേഷിക്കാൻ അന്നേരത്ത് ഇവൾ പോകത്തില്ല. അവിടെ മുഴുവൻ കോൺസെൻട്രേഷനും അടുത്ത ചില നിമിഷങ്ങൾക്കകം തൻ്റെ മണവാളനുമായി ഒരുമിച്ച് ചേരുന്നതിനെക്കുറിച്ചാണ്. ആ കണ്ടീഷനിലിരിക്കുന്നവളെയാണ് കാന്ത എന്ന് ബൈബിൾ വിളിക്കുന്നത്. എ വെർജിൻ അണ്ടർ ദ വെയിൽ. എ വെർജിൻ who is totally consecrated for the next moments. അടുത്ത ചില നിമിഷങ്ങൾക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അവൾ. പറഞ്ഞ മനസ്സിലാകുന്നതേ ഉള്ളൂ. വിവാഹിതർക്കും അവിവാഹിതർക്കും, സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഇത് മനസ്സിലാവും. എ വെർജിൻ അണ്ടർ ദ വെയിൽ. ആ വെയിലിട്ടുകൊണ്ട് അവൾ തൻ്റെ ഭർത്താവിന് ആകേണ്ട മനുഷ്യനോട് കൂടെ ഇരിക്കുകയാണ്. ഈ വിവാഹം നടന്നെങ്കിലേ ക്രിസ്തുവിൻ്റെ സന്തോഷം പൂർണ്ണമാകുകയുള്ളൂ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിൽ വരുമ്പോൾ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നിരിക്കുന്നു. അവൻ്റെ കാന്തയും അവിടെയാണ്. കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. നാട്ടുകാരെന്തോ പറയും, വീട്ടുകാരെന്നാ പറയും, മറ്റോൺ എന്നാ പറയും, എന്നേലും പോയി പറ, ഞാൻ ഇരിക്കുന്നത് ഇനിയൊരു ഫംഗ്ഷന് വേണ്ടിയാ. അവൻ്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുകയാണ്. ആ വിവാഹം നടക്കുന്നതാണ് യേശുവിൻ്റെ സന്തോഷം പൂർണ്ണമാകുന്നത്. നമ്മൾ തുടങ്ങിയത് മറക്കരുത്. യേശു ഒരു ഗിവൻ ടാസ്കിന് വേണ്ടി ഓൺ എ പർപ്പസ് മണ്ണിലേക്ക് ഇറങ്ങി വന്നു. തനിക്കൊരു കാന്തയെ ഒരുക്കിയെടുക്കുക, അന്തിമമായി തൻ്റെ വിവാഹം നടക്കുക. ക്രിസ്തുവിൻ്റെ വിവാഹം എന്ന് പറയുന്നത് ഇനി ഒരിക്കലും പിരിയാതെ പാർക്കുമെന്ന സഭയുമായുള്ള ഉഭയസമ്മതത്തിൻ്റെ സമയത്തെയാണ് ചെയ്യുന്ന ആ സമയത്തെയാണ് കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന് പറയുന്നത്. കുഞ്ഞാടിൻ്റെ സന്തോഷം പൂർത്തിയാകുന്നത് അന്നാ. നമ്മുടെ ദൈവത്തിൻ്റെ സന്തോഷം പൂർത്തിയാകുന്നത് അന്നാ. ഗിവൻ ടാസ്ക് യേശു അതിനു വേണ്ടി അപമാനം അലക്ഷ്യമാക്കി. പഴയ നിയമഭക്തന്മാർ അവരുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടി അവർ പൂർത്തീകരിച്ചു. ആരും 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 അവരുടെ സംതൃപ്തിയുടെ പൂർണ്ണ പ്രതിഫലത്തിലെത്തിയിട്ടില്ല. എന്തുകൊണ്ട്? ഞാനും നിങ്ങളും ചെല്ലേണ്ടതിന്. ആ ചെല്ലുവാനുള്ള കന്യകയുടെ, മണവാട്ടിയുടെ, കാന്തയുടെ അന്ത്യലക്ഷണങ്ങളിൽ ചിലതാണ് ഇവിടെ പറഞ്ഞത്. 10 കന്യകമാർ മണവാളനെ എതിരേൽക്കുവാൻ വിളക്കിൽ എണ്ണയുമായി വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ടു. 10 പേരുടെയും കയ്യിൽ വിളക്കുകൾ ഉണ്ടായിരുന്നു. ഞാൻ ചില എക്സ്ട്രാ മിനിറ്റുകൾ എടുക്കുക എന്ന് ഞാൻ പറഞ്ഞു. 10 പേരുടെയും കയ്യിൽ വിളക്കുകൾ ഉണ്ടായിരുന്നു. 10 പേരും ഒരുമിച്ച് ഇറങ്ങി. 10 പേരുടെയും ലക്ഷ്യം ഒന്നായിരുന്നു. 10 പേരുടെയും കയ്യിൽ വിളക്കുണ്ടായിരുന്നു. കൃപാവരങ്ങളെ കുറിക്കുന്നതാണ് വിളക്ക്. അത് തെളിഞ്ഞിരുന്നു. 10 പേരുടെയും വിളക്കുകൾ തെളിഞ്ഞിരുന്നു. ഒരുവൻ അന്യഭാഷ, വേറൊരു ഭാഷകളുടെ വ്യാഖ്യാനം, ഇനിയൊരിക്കലും രോഗശാന്തി, മറ്റൊരുത്തന് ഭൂതശാന്തി. ഏൽപ്പിച്ച 10 കൃപാവരങ്ങളും 10 പേരും ജ്വലിപ്പിച്ചു കൊണ്ടിരുന്നു. ഒരുമിച്ച് ജ്വലിപ്പിച്ചവരാണ്. 10 പേരും ഒരുമിച്ച് ഒരു സ്ഥലത്തെത്തിയവരാണ്. ഏക ഉദ്ദേശത്തിന് വേണ്ടി അവർ വിശ്രമിച്ചവരാണ്. 10 പേരും ബേഥേലിൽ ഉണ്ടായിരിക്കാം. 10 പേരും ഒരുമിച്ച് ഉറങ്ങിയവരാണ്. കാലം കുറച്ച് കഴിയും, ഞാനും നിങ്ങളും നിദ്ര കൊള്ളുന്ന ഒരു ദിവസമുണ്ട്. ഒരിക്കലും ഒരു കർത്താവിദാസൻ എന്നോട് ഒത്തിരി വഴക്കിട്ടുകൊണ്ട് ഞങ്ങൾ 2 പേരും കൂടെ പോയത് ഹുസൂർ റോഡിൽ കൂടെ. പോയ വഴിക്ക് ഞങ്ങൾ ക്രിസ്ത്യൻ സെമിറ്ററിയുടെ അടുക്ക കൂടെ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ദേവദാസ വഴക്കിട്ടിട്ട് എന്നാ കാര്യം, നമ്മൾ 2 പേരും ഇവിടെ കിടക്കണ്ട, ശല്യം പിടിക്കാതെ നമുക്ക് കുറച്ചാളൂടെ ജീവിക്കാം. അങ്ങേരെ അവിടെ പോയി ഞാൻ ഇപ്പോൾ ഇതിലേ നടപ്പുണ്ട്. ഞാനും അവിടെ തന്നെ ഇല്ല. ബാംഗ്ലൂരിലെങ്ങാണോ ആ ഒഴിവിൽ തീരുന്നതെങ്കിൽ അല്ലേ എവിടെയെങ്കിലും പോകും. 10 പേര് ഒരുമിച്ച് നിദ്ര കൊണ്ടു. അർദ്ധരാത്രിക്ക് മണവാളൻ വരുന്നു, എതിരേൽക്കാൻ പുറപ്പെടുവീൻ എന്ന ആർപ്പുവിളിയുണ്ടായി. 10 പേര് ഒരുമിച്ച് എഴുന്നേറ്റു. മരിച്ചവരുടെ പുനരുത്ഥാനം 10 പേർക്കും ഉണ്ടാകും. 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരെ അല്ലേ യേശു പറയുന്നത്? അല്ലേ അല്ലെന്ന് നിങ്ങൾ ഈ ബൈബിൾ കൊണ്ടെന്ന് കാണിച്ചതാ. അവരിൽ 5 പേർ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയില്ലാത്തവരായിരുന്നു. പാത്രത്തിലെ എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ മൺശരീരത്തിൽ പകരപ്പെടുന്ന പരിശുദ്ധാത്മാവാ. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല എന്ന് പറയേണ്ടതിന് മൺപാത്രങ്ങളിലാണ് കർത്താവ് ഇതിനെ പകർന്നു തന്നത്. 5 പേർ
വിളക്കിലെ എണ്ണയുള്ളായിരുന്നു. കൃപാവര ഉഗ്രനായിരുന്നു. ബാക്കി 5 പേർ വിളക്കിലും പാത്രത്തിലും എണ്ണയുള്ളവരായിരുന്നു. മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ പ്രവേശിച്ചു. സന്തോഷം പൂർണ്ണമാകുന്നത് അവിടെയാണ്. ഒരുങ്ങാതെ ഇരുന്നവർ വിൽക്കുന്നവരുടെ അടുക്കൽ വാങ്ങാനായി പോയി. അവർ മടങ്ങി വരുന്നതിന് മുന്നമേ മണിയറ അടച്ചു. 5 പേരും കൂടെ മുട്ടു തുടങ്ങി, ഞങ്ങൾക്കും തുറക്കണേ. നോ നോ നോ, അന്ന് വരെ ഞാൻ കാത്തു നിൽക്കത്തില്ല. ഒരുങ്ങിയിരുന്നവർ പ്രവേശിച്ചു. രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, മണവാട്ടി സഭയുടെ അംഗമെന്ന് വിശ്വസിച്ചവരാണ്, കൃപാവരങ്ങൾ കൈകാര്യം ചെയ്തവരാണ്. പക്ഷെ പൂർണ്ണതയിലെത്തിയില്ല. പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ കഴിയുന്നവൻ. നമ്മൾ 4-5 കാറ്റഗറിയായി എടുത്തു. 1000 കാറ്റഗറി തിരുവചനത്തിൽ കണ്ടേക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട 4-5 പേരെ നമ്മൾ എടുത്തു. 1, മുറിവ് കെട്ടി രക്ഷിക്കപ്പെട്ടു, അന്യഭാഷയും പറഞ്ഞു, പക്ഷേ വഴിയമ്പലത്തിൽ എത്തിയിട്ടില്ല. ഇതൊരു പ്രോത്സാഹന പദമാ. യു ആർ ഓൺ ദ പ്രോസസ്. ചിലർ വഴിയമ്പലത്തിലെത്തി, അവരെ ഇവിടെ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുക. വി ആർ ഓൺ ദ പ്രോസസ്, പക്ഷെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. 2, ലൂക്കോസിൻ്റെ സുവിശേഷം 10 നിന്നായിരുന്നു, 15 നിന്നായിരുന്നു. മുടിയനായ പുത്രൻ, മുടിയനായ പുത്രനെ ഭവനത്തിൻ്റെ മുമ്പിലെത്തി, പക്ഷേ പന്നിക്കൂട്ടത്തിലെ വസ്ത്രം മാറിയില്ല. അവനെ അംഗീകരിച്ചു, പക്ഷെ ചേഞ്ച് ചെയ്തിട്ടില്ല. എന്ന് പകരം അംഗീകരിക്കപ്പെട്ടവർ ചേഞ്ച് ചെയ്യുമോ വീടിനകത്തേക്കൊന്ന് പ്രവേശിക്കേണ്ടതിന്? ആ മോനെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ തൊട്ടോട്ടെ. അവൻ വിശന്ന് വയ്യാതാ വന്നത്. അവൻ വന്നത് ആഹാരത്തിനാ. അവൻ വന്ന വസ്ത്രത്തിനല്ല, അവൻ വന്ന ചെരുപ്പിനല്ല, അവൻ വന്നത് ആഹാരത്തിനാ. അപ്പൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, ആദ്യമേ മേൽത്തരമായി അങ്കി കൊണ്ടുവാ, വസ്ത്രം മാറ്. 2, അവൻ്റെ കൈക്കൊരു മോതിരമിട്. മോതിരം അധികാരത്തെ ചിത്രീകരിക്കുന്നതാ. എൻ്റെ ഭവനത്തിൽ ഇനി മേലാൽ വേലക്കാരനെന്ന് ഇവൻ പറയല്ല, ഇവൻ ഇവിടുത്തെ മകനാ. അധികാരം കാണിക്കേണ്ടതിന് കൈക്ക് മോതിരമിട്. 3, പണ്ടൊരിക്കൽ ജോലി ചെയ്യാൻ മടി കാണിച്ചാണ് അവൻ ദൂരദേശത്തേക്ക് പോയത്. അവൻ്റെ കാലിലൊരു ചെരുപ്പിടീര്, ഇവൻ ഇതുവഴി ഇറങ്ങി നടക്കേണ്ടവനാ. എന്നിട്ട് തടിപ്പിച്ച കാളക്കുട്ടിയെ അറുക്ക്, ഇവന് വേണ്ടി കൊടുക്കുവാൻ ആഹാരമൊരുക്ക്. പക്ഷേ മടങ്ങി വന്നവൻ, അംഗീകരിക്കപ്പെട്ടവൻ, അപ്പൻ്റെ അകത്ത് കയറി ആഹാരം കഴിക്കണമെങ്കിൽ നടക്കേണ്ട പടികളുണ്ട്. അതിലേ കൂടെ പോയേ മതിയാകൂ. ദൈവം നമുക്ക് തരുന്നത് പലപ്പോഴും പല കോഴ്സായിട്ട് ആഹാരം തരുന്നത്. ഐ ഡോണ്ട് നോ വാട്ട് ഐ എം ടോക്കിംഗ്. ഐ നോ വാട്ട് ഐ എം ടോക്കിംഗ്, ബട്ട് ഐ ഡു നോട്ട് നോ വൈ ഐ എം ടോക്കിംഗ്. ദൈവം നമുക്ക് പലപ്പോഴും ആഹാരം തരുന്ന പല കോഴ്സായിട്ടാണ്. ഒരുപാട് നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന ആളുകളിൽ പലരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ വയറൊക്കെ ചാടിപ്പോകുന്നത്. ഒരു വീട്ടിൽ ചെന്ന് അവരുടെ ഒരുക്കമൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി ഇത് പെശകാവുമെന്ന്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ മെനു എന്നാന്ന് ആദ്യം പറ, എത്ര കോഴ്സാന്ന് ആദ്യം പറ. പാസ്റ്റർ കൊണ്ട് തുടങ്ങുക. ഞാൻ പറഞ്ഞു, നോ 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 നോ, കോഴ്സ് എന്നാന്ന് ആദ്യം പറ. 5 കോഴ്സാ ഒരു ഡിന്നറേ. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് കണ്ട എനിക്ക് ഒക്കുള്ള ആദ്യം മുതൽ. കർത്താവ് പല കോഴ്സായിട്ടാണ് നമുക്ക് തരുന്നത് കേട്ടോ. ചെല്ലും തുടങ്ങി ഒരു സന്തോഷമൊക്കെ കിട്ടും, പിന്നെ ഒരു അന്യഭാഷ, ഒരു കയ്യടിയും ഒരു ചാട്ടവും, കുറച്ച് രോഗശാന്തി, കോഴ്സ് ആഫ്റ്റർ കോഴ്സ്. പക്ഷെ മോനെ, ഇവിടുന്ന് ഒടുവിൽ ഇതിൻ്റെ ഐസ്ക്രീം തിന്നുന്നതുണ്ടല്ലോ, ആത്മാവിൻ്റെ പൂർണ്ണതയിലാണ്. മോനെ, നീ മടങ്ങി വന്നത് നന്നായി, ഇവിടം വരെ എത്തിയത് നന്നായി. നിനക്ക് തരാൻ സകലവും ഇവിടെ ഉണ്ട്. ഒടുവിലത്തെ ഐസ്ക്രീം വരെ കൊണ്ട് നീ എഴുന്നേക്കത്തുള്ളൂ. പക്ഷേ മോനെ, അതിന് മുന്നമേ പല കോഴ്സിൽ കൂടെ കടക്കാനുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവിക കോഴ്സുകളിലൂടെ കടക്കുവാൻ തയ്യാറുള്ളവർക്കായി സ്തോത്രം. നമ്മെ രക്ഷിച്ചത് വഴിയറമ്പിലേക്കല്ല, മടങ്ങി വന്നതുകൊണ്ട് തീർന്നില്ല. ദൈവിക കോഴ്സുകളിലൂടെ കടക്കുവാൻ, അകത്തിൻ്റെ അകം വരെ പോകുവാൻ കർത്താവ് നമ്മെ കൊണ്ടുവരട്ടെ. അതിനടുത്തതായി നമ്മൾ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് കണ്ടത്. വിടുവിക്കപ്പെട്ടു, പക്ഷേ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞാൻ ഒന്നുകൂടെ അവിടെ തിരിച്ചു വന്ന് പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഇപ്പോൾ അവിടുന്ന് മാറട്ടെ. തിരിച്ചു വന്നു, സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. മത്തായി 22:12 നമ്മൾ 4-മതായി കണ്ടത്. കല്യാണശാലയിൽ പ്രവേശിച്ചു, പക്ഷേ കല്യാണ വസ്ത്രം കിട്ടിയിട്ടില്ല. ഒടുവിലായി നമ്മൾ കണ്ടത് മണവാട്ടി തിരഞ്ഞെടുക്കപ്പെട്ടവളായി. കർത്താവിൻ്റെ സന്തോഷം പൂർത്തീകരിക്കുന്ന സമയമാണ്, നമ്മുടെ സന്തോഷം പൂർത്തീകരിക്കുന്ന സമയമാണ്. ഇതിനു വേണ്ടിയാണ് ഹാബേൽ മുതൽ കാത്തിരിക്കുന്നത്. ഹാബേൽ മുതൽ പുരാതന ഭക്തന്മാർ മുഴുവനും കാത്തിരിക്കുന്നത് ഇതിനു വേണ്ടിയാ. എൻ്റെ പ്രിയ സഹോദര, എൻ്റെ പ്രിയ സഹോദരി, നിങ്ങളും ഞാനുമാണ് അതിനുവേണ്ടി മേക്കപ്പ് ചെയ്യേണ്ടത്. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നത് അന്നവിടെ ചെന്ന് ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ല എന്ന വാക്ക് കേട്ടുപോയാൽ, അയ്യോ, ഈ ആയുസ്സിൽ നാം ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി, നാം പ്രത്യാശ വെച്ചത് വൃഥാവായി.
അത് വരല്ലേ, നമുക്കതിനു വേണ്ടി ഒന്ന് തയ്യാറാകണം. ഇനി 2 സെക്ഷനായി 10 മിനിറ്റിന് താഴെ ഞാൻ ഇരുന്നോളാം. 2 സെക്ഷനായി തിരിക്കാൻ പോകാം. ഒന്ന്, അതിനുവേണ്ടി തയ്യാറാകുന്ന ഒരു സെക്ഷൻ. ആരംഭ പടിയിൽ നമുക്ക് ആരംഭിക്കണം. ഒരു കുഞ്ഞിനെ കൊണ്ട് സ്കൂളിലാക്കുമ്പോൾ മേ ബി നഴ്സറിയിലായിരിക്കും ഇരുത്തുന്നത്, മേ ബി 1-ാം ക്ലാസ്സിലായിരിക്കും ഇരുത്തുന്നത്. പക്ഷെ അവിടെ കൊണ്ട് തീർക്കാനല്ല, 12 കഴിഞ്ഞ് പുറത്തിറക്കാനാ. പക്ഷെ 1-ാം ക്ലാസ്സിൽ ചേരാതൊക്കത്തില്ലല്ലോ, നഴ്സറി ചേരാതൊക്കത്തില്ലല്ലോ. ഞാൻ നേരിട്ടങ്ങ് 12-ാം ക്ലാസ്സിൽ കയറി ജയിച്ചു വരിക എന്ന് പറഞ്ഞാൽ വേറെ വല്ലതും പറ. താങ്കളുടെ പ്രായത്തിലുള്ള വേറൊരു കുഞ്ഞിനോട് പറഞ്ഞാൽ ഒരു പക്ഷേ സമ്മതിച്ചേക്കാം. ഒരല്പം കൂടെ ചിന്തിക്കാൻ കഴിവുള്ളവനറിയാം അത് നടക്കുകയില്ല. ഇവിടെ ജോയിനിങ്ങിനൊരു പ്രൊസീജിയറുണ്ട്. ദൈവം പ്രൊസീജിയർ വയലേറ്റ് ചെയ്യത്തില്ല. ദൈവ കുടുംബത്തിൻ്റെ അംഗമാകുവാൻ, യേശുവിൻ്റെ സന്തതിയാകുവാൻ, ഒന്ന്, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും, 2, വാ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും, 3, വിശ്വസിക്കുന്നവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശ്വാസ സ്നാനം സ്വീകരിക്കുകയും, 4, കാത്തിരുന്ന് യേശുവിൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനെ പ്രാപിക്കുകയും ചെയ്യുക. തുടർന്ന് പാപമുള്ള തലമുറയിൽ നിന്ന്, വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർതിരിഞ്ഞ് അപ്പസ്തോലിക ഉപദേശത്തിലും ദൈവിക കൂട്ടായ്മയിലും തുടരുക. ഇന്ന് പകൽ ഈ അനുഭവങ്ങളിലേക്ക് എത്തിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു അവസരം തരാൻ പോകുകയാണ്. ഇതുവരെയും രക്ഷിക്കപ്പെട്ടു എന്ന് ഉറപ്പില്ലാത്തവർ, അതായത് ഇതുവരെ ഞാൻ യേശുവിനെ എൻ്റെ ജീവിതത്തിൽ രക്ഷിതാവായി അംഗീകരിച്ചു എന്ന് ഉറപ്പില്ലാത്തവർ, ഇതുവരെ ഞാനത് ഏറ്റുപറഞ്ഞിട്ടില്ല എന്ന് അറിയാവുന്നവർ, ഇതുവരെയും അത് കഴിഞ്ഞ ശേഷം വിശ്വസിച്ച ശേഷം വിശ്വാസ സ്നാനം സ്വീകരിച്ചിട്ടില്ല എന്നറിയാവുന്നവർ, ഇന്ന് പകൽ ഒരു പുതിയ തീരുമാനത്തിന് തയ്യാറാകുമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. തിരിച്ച് ഡെലിവറൻസ് സെക്ഷനിൽ വരും. പ്രൊട്ടക്ഷൻ്റെ ലെവലിൽ ഞാൻ തിരിച്ചെത്തും. ഫസ്റ്റ് സെക്ഷൻ ഇതാ. എല്ലാ കണ്ണുകളും ദയവായി ഒന്ന് അടച്ചാട്ടെ. യേശുവേ, 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 ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവറിയിൽ വാവിട്ട് അലറിയവനെ, എലി എലി ലമ്മ ശബഗ്ദാനെ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ന് കരഞ്ഞവനെ, എനിക്ക് ദാഹിക്കുന്നുവെന്ന് ക്രൂശിൽ വെച്ച് വിളിച്ചു പറഞ്ഞ് ഞങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ദാഹിച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവനെ, ഞങ്ങളെ പൂർണ്ണമായി രക്ഷിക്കേണ്ടതിന് ആ വലിയ ബലി നടത്തിയ രക്ഷകനെ, ഇന്ന് പകൽ അങ്ങയുടെ രക്ഷണ്യ ശക്തി അനുഭവിച്ചിട്ടില്ലാത്ത ആരൊക്കെയോ ഇതിനകത്തും ഇതിൻ്റെ വെളിയിലുമുള്ളവരോട് ഇന്ന് പകൽ തിരുമേനിക്ക് ഇടപെടുവാൻ ഇതൊരവസരമാക്കി ഇന്നങ്ങ് ഉപയോഗിക്കണമേ എന്ന് സഭ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഒരാത്മീക അന്തരീക്ഷം ഈ ചുറ്റുവട്ടങ്ങളിൽ വ്യാപരിക്കട്ടെ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. എല്ലാ കണ്ണുകളും അടച്ചിരിക്കട്ടെ. ഈ ആത്മീയ അന്തരീക്ഷം കളയരുത്. ദൈവസഭ ആത്മീയ അന്തരീക്ഷത്തിലിരിക്കുമ്പോൾ ഇന്ന് പകൽ വളരെ വ്യക്തമായി ഞാൻ യേശുവിൻ്റെ പ്രമാണം അനുസരിക്കുവാൻ, ബൈബിളിൻ്റെ വ്യവസ്ഥ അനുസരിക്കുവാൻ, എൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ, യേശുവിനെ രക്ഷിതാവായി ഞാൻ അംഗീകരിക്കുന്നു. ഇന്നു മുതൽ യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന് യേശുവുമായി ഒരു പ്രതിഷ്ഠ ചെയ്യുവാൻ, ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ലാത്തവർ സ്നാനത്തിന് വേണ്ടി ഇന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? സഭ ഇതിനകത്തുള്ളവർ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഇൻ്റർനെറ്റിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ ഗിവ് എസ് എ മെസ്സേജ്. നിങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഐ റിപ്പീറ്റ്, ഇൻ്റർനെറ്റിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ ഞങ്ങൾക്കൊരു മെസ്സേജ് അയക്കൂ. നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായിരിക്കും. യു ക്യാൻ റെസ്പോണ്ട് ഓൺ ദ ഇൻ്റർനെറ്റ്, യു ക്യാൻ സെൻഡ് എ മെയിൽ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. എന്നാൽ ഇതിനകത്തിരുന്ന് ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നവർ എത്ര പേർ ഇന്ന് അങ്ങനെ ഒരു പുതിയ തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്നു? അങ്ങനെയുള്ളവരുടെ ഒരു കരം വ്യക്തമായി ഉയർത്തുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ ആദ്യമേ എൻ്റെ റൈറ്റ് സൈഡിലേക്ക് തിരിയട്ടെ. എൻ്റെ റൈറ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ പകുതിക്ക് റൈറ്റ് സൈഡിലോട്ട്, എല്ലാവരെയും കൂടെ ഒരുമിച്ച് കാണാനൊക്കത്തില്ല. പകുതിക്ക് റൈറ്റ് സൈഡിലോട്ട് ഇന്ന് പകൽ എൻ്റെ റൈറ്റ് സൈഡിലുള്ളവർ, ഇതുവരെ യേശുവിന് വേണ്ടി ജീവിക്കുമെന്നോ സ്നാനപ്പെടുമെന്നോ ഒരു തീരുമാനം എടുത്തിട്ടില്ലാത്തവർ, ഇന്ന് തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ഇരിക്കുന്ന ഇരിപ്പിൽ വ്യക്തമായി നിങ്ങളുടെ ഒരു കരം ഉയർത്തുവാൻ ഞാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ ഒരു കരം കാണുന്നുണ്ട്, പല കരങ്ങൾ ഞാൻ കാണുന്നുണ്ട്, പല കരങ്ങൾ. ഐ മേക്ക് വൺ മോർ റിക്വസ്റ്റ്. ദയവായി നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ആ കരമുയർത്തിയവർ, എൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് മാത്രം ആ കരമുയർത്തിയവർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? നമ്മുടെ കർത്താവായ യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, വ്യഭിചാരവും കോട്ടവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനത്തെയും കുറിച്ച് ലജ്ജിക്കുന്നുവെങ്കിൽ ദൂതന്മാരുടെ മുമ്പിൽ ഞാൻ അവരെക്കുറിച്ച് ലജ്ജിക്കും. ഇന്ന് പകൽ ലോകം കാണട്ടെ, കാരണം ദൈവം കാണുന്നു.
പിശാച് കാണട്ടെ നിങ്ങൾ ദൈവമക്കളാണ്. അവരുടെ കയ്യിലേക്ക് ഈ സമയത്ത് ഒരു സ്ലിപ്പ് ലഭിക്കുന്നതായിരിക്കും. ദയവായി അങ്ങനെയുള്ളവർ, ഇനി ആരുണ്ട് എഴുന്നേറ്റോ എൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന്, ഇനി ആരുണ്ട് എൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് എഴുന്നേറ്റോ. അവരുടെ കയ്യിലൊരു സ്ലിപ്പ് ഇപ്പം ലഭിക്കുന്നതായിരിക്കും. അത് ഫില്ല് ചെയ്ത് കൊടുത്തേ പോകാവൂ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയട്ടെ. എത്ര പേരുണ്ട് ഇതിനകത്തുനിന്ന് ഇന്ന് പകൽ ആദ്യമായി അങ്ങനെ ഒരു പ്രതിഷ്ഠ എടുക്കുവാൻ? ഇതുവരെ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുമെന്നൊരു തീരുമാനം എടുത്തിട്ടില്ല. ഇന്ന് പകൽ ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. സ്നാനപ്പെടുമെന്നൊരു തീരുമാനം ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. അടുത്ത അവസരം ഞാൻ സ്നാനത്തിന് വേണ്ടി എന്നെ സമർപ്പിക്കുന്നു. ആരുണ്ട് ഇന്ന് രാത്രിയിൽ ഈ പകൽ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന്? ദയവായി അവർ കരമുയർത്തി, അല്ല എഴുന്നേറ്റോ, ഒന്ന് ദയവായിട്ടൊന്ന് എഴുന്നേറ്റാട്ടെ. ആരുണ്ട് അങ്ങനെയുള്ളവർ? ദയവായി ഒന്ന് എഴുന്നേറ്റാട്ടെ. പ്ലീസ് ഡു സ്റ്റാൻഡ്. പിശാചൊന്ന് കണ്ട് നാണിക്കട്ടെന്നേ. പ്രൈസ് ദ ലോർഡ്. കാര്യം ദൈവവും കണ്ടുകൊണ്ട് നിൽക്കുക, ദൈവവും കണ്ടുകൊണ്ട് നിൽക്കുക. ഐ സി മെനി പീപ്പിൾ സ്റ്റാൻഡിങ്. ദയവായി അവരുടെ കൈകളിലേക്ക് ആ സ്ലിപ്പുകൾ എത്തിച്ചാലും നിങ്ങൾ പോകുന്നതിന് മുൻപേ ദയവായി ഇത് ഫില്ല് ചെയ്ത് ബാഡ്ജ് ധരിച്ച് ആരുടെയെങ്കിലും കയ്യിൽ അത് കൊടുത്തിട്ടേ പോകാവൂ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഈ എഴുന്നേറ്റ് നിൽക്കുന്നവർക്ക് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അതിനു മുന്നമേ വെബിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ, വ്യത്യസ്ത മീഡിയകളിലൂടെ ശ്രദ്ധിക്കുന്നവരെ, ലോകവ്യാപകമായി ഇന്നും അടുത്ത ദിവസങ്ങളിൽ പക്ഷേ മീഡിയകളിലും ശ്രദ്ധിക്കാൻ പോകുന്നവരെ, അതാത് സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമോ? റൈറ്റ് നൗ, ഈ സമയത്ത് കമ്പ്യൂട്ടർ സ്ക്രീനുകളുടെ മുമ്പിൽ ഇരിക്കുന്നവർ, നിങ്ങളുടെ കരമുയർത്തണമെന്നില്ല. മുട്ടുകുത്താൻ കഴിയുന്നവർ നിങ്ങളുടെ സ്ഥാനങ്ങളിൽ മുട്ടുകുത്താം. നിത്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെയും അവിടെയും നാം ഒരുപോലെ അനുഭവിക്കുകയാണ്. ദയവായി നിങ്ങൾ മുട്ടുകുത്താം. വിശ്വാസ കണ്ണുകളാൽ മാത്രം. അങ്ങനെ ചിലരുണ്ടെന്ന് കണ്ടുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെയുള്ളവരുള്ളവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇതിനകത്തുള്ളവർക്ക് വേണ്ടിയും സഭ മുഴുവനും പ്രാർത്ഥിച്ചാലും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഇന്ന് പുതിയ തീരുമാനത്തിലേക്ക് ഇറങ്ങുവാൻ, അല്ലെങ്കിൽ തീരുമാനങ്ങൾ പുതുക്കുവാൻ കർത്താവ് ചിലർക്ക് കൊടുത്ത ദൈവകൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന്, പഴയ നിയമഭക്തന്മാർ ഓടിയ വിരുദിൻ്റെ ഫലം അവർക്ക് ലഭിക്കേണ്ടതിന്, അടിയങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന്, ആ സുദിനത്തിലേക്ക് ഇവരെ ഒരുക്കേണ്ടതിന് സഭ ഒരുമിച്ച് അങ്ങയോട് അപേക്ഷിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്നു. ദൈവസഭയാൽ, അങ്ങയുടെ ദൂതന്മാരാൽ, ദൈവത്താൽ അവരനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഈ അനുഗ്രഹം അവരുടെ മേൽ വസിക്കട്ടെ. ഒരൊറ്റ ശക്തികൾ ഇവർക്ക് വിരോധമായി എഴുന്നേൽക്കരുതെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ ഞാൻ ആജ്ഞാപിക്കുകയാണ്. ഐ സേ ഐ റിപ്പീറ്റ്, ഒരൊറ്റ ശക്തികൾ ഇവർക്ക് വിരോധമായി എഴുന്നേൽക്കരുതെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. അഗ്നിമതിലുകൾ ഇവർക്ക് കാവലായിരിക്കണമേ. ദൈവിക സന്ദർശനത്തിനായി നന്ദി. ദൈവിക കാവലിൽ ഇവരെ പരിപാലിക്കണമേ. അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ദയവായി ഇരുന്നാലും ഇന്ന് ഈ തീരുമാനം എടുത്തവരെ കുറിച്ച് ബൈബിൾ പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിൽ ഒരു ദൈവ പൈതലായി ജനിച്ചു. അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ അവൻ അധികാരം തന്നു. വേറെ ആരുടെയും കയ്യിൽ നിന്നൊരു അധികാരം ഇനി ലഭിക്കേണ്ടതില്ല. അധികാരം നിങ്ങൾക്ക് കൈമാറി. നിങ്ങൾ ദൈവമക്കളാണ്. പുതുതായി ജനിച്ച ഒരു ശിശുവിന് വളർച്ച ആവശ്യമായതുപോലെ നിങ്ങൾക്കൊരു വളർച്ച ആവശ്യമായി. എവിടം വരെ? ക്രിസ്തു എന്ന തലയോളം. ഞാൻ രണ്ടാമത്തെ രംഗത്തേക്ക് ഇറങ്ങട്ടെ. നോട്ട് പ്രൊട്ടക്റ്റഡ്. മതിലുള്ള പട്ടണം, മതിലുണ്ടായിരുന്ന പട്ടണം വരെ വന്നു. ഇതിന് മതിലുണ്ട്, മണമുണ്ട്, ഇവിടെ ആരാധനയുണ്ടെന്നും കണ്ടു വന്നതാ. വന്നു കയറിയപ്പോഴാണ് കാണുന്നത് ആരാധനയുടെ നിർജീവത്വം. ആത്മാവില്ല, ജീവനില്ല, ആത്മീയമായതൊന്നുമില്ല. പേരിന് മാത്രം ഒരു ആരാധന. യെരൂശലേമിലേക്ക് വന്നവർ കണ്ടത് മതിൽ പൊളിഞ്ഞു കിടക്കുന്ന പട്ടണം. ആരാധനയ്ക്ക് ആലയം പ്രതീക്ഷിച്ച് വന്നവർ കണ്ടത് യാഗപീഠമില്ല, ആലയമില്ല, അത് മുഴുവനും പൊളിച്ചിട്ടിരിക്കുന്നു. ബാബേൽ രാജാക്കന്മാർ പൊളിച്ചു കളഞ്ഞു. സഭയ്ക്കകത്ത് നടന്ന അനധികൃത സംഭവങ്ങളാൽ, അന്യായമായ ശത്രുവിൻ്റെ കടന്നാക്രമണത്താൽ ആരാധനയുടെ ഗൗരവം നഷ്ടമായി. ഇന്നെന്നെ ശ്രദ്ധിക്കുന്നവരെ, ഇന്ന് പകൽ ദൈവസന്നിധിയിൽ നാം പ്രൊട്ടക്റ്റഡ് അല്ല എന്ന് മനസ്സിലാക്കുക. ഒന്നും അതിലില്ല, ഒരു പ്രൊട്ടക്ഷനില്ല. ഞാൻ ഈ വിഷയത്തിന് പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ നട്ടെല്ലിലൊരു വേദനയുമായി ഞാനൊരു വ്യക്തിയെ കാണുന്നു. നടുവിനല്ല, ശരീരത്തിൻ്റെ മധ്യഭാഗത്തിന് മുകളിലായി തോൾപ്പലകകളിൽ നിന്ന് ഉദ്ദേശം 4 ഇഞ്ചോളം താഴോട്ട് മാറി. തോൾപ്പലകകൾ തമ്മിൽ ചേർത്തൊരു വര വരച്ചാൽ, പിൻഭാഗത്ത് തോൽപ്പലകകൾ രണ്ടും കൂടെ ചേർത്തൊരു വര വരച്ചാൽ
അവിടുന്ന് ഉദ്ദേശം 4 ഇഞ്ചോളം താഴോട്ട് മാറി. നട്ടെല്ലിൽ കാര്യമായി ഒരു വേദന സഹിക്കുന്ന ഒരാളിനെ പരിശുദ്ധാത്മാവെന്നെ കാണിക്കുന്നു. ഒരു പക്ഷെങ്കിൽ മീഡിയയിലൂടെ ശ്രദ്ധിക്കുന്നവർ വരെ യു മേ ബി ഹോസ്പിറ്റലൈസ്ഡ് ഇമ്മെറ്റീരിയൽ ടു ഗാഡ്. ഒരുപക്ഷെ ഹോസ്പിറ്റലിലായിരിക്കാം, ദൈവത്തിനത് വിഷയമല്ല. ഞാൻ എൻ്റെ വചനമയച്ചവരെ സൗഖ്യമാക്കും. ഇതിനകത്തുള്ളവരെ ഇവിടെ സൗഖ്യമാക്കുവാൻ, വെളിയിലുള്ളവരെ അവിടെ സൗഖ്യമാക്കുവാൻ. ഹല്ലേലൂയ. കാൽവറിയിൽ എനിക്ക് വേണ്ടി മുറിവേറ്റവനായ യേശു അവൻ്റെ ആണിപ്പഴുതുകളാൽ എനിക്ക് സൗഖ്യം വരുത്തുവാൻ, കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വരുത്തുവാൻ, മുതുകൊക്കെ മുഴവുചാലുകൾ പോലെ നീളത്തിൽ ഉഴുതു മറിച്ചതുപോലെ ചാട്ടവാറിൻ്റെ അടിയാൽ എനിക്ക് വേണ്ടി സഫർ ചെയ്തത് ഇന്നിതിനകത്തിരിക്കുന്ന ദൈവമൈതലേ, താങ്കളുടെ രോഗസൗഖ്യത്തിന് വലത്തെ ചെവിയുടെ അകത്തും വലത്തെ കാതിൻ്റെ ചെവിയുടെ അകത്തും വലത്തെ കാതിൻ്റെ ഉൾഭാഗത്തുമായി പഴുപ്പനുഭവിക്കുന്ന ഒന്നിലധികം വ്യക്തികൾ, തലയുടെ ഒരു ഭാഗത്ത് മാത്രം വേദനയുള്ളവർ, 2 സൈഡുണ്ട് തലയ്ക്ക്, ഫ്രണ്ട് റൈറ്റ്, വലത്തെ കണ്ണിന് മുകളിലായി റൈറ്റ് സൈഡിൽ മാത്രം ശക്തമായ തലവേദന കൂടെ കൂടെ അനുഭവിക്കുന്ന ചിലർ. ദൈവമേ, പ്രൊട്ടക്ഷൻ ഇതല്ല, മതിൽ കെട്ടുന്നത് ഇതല്ല. അവിടേക്ക് പ്രവേശിക്കുന്നതിന് മുന്നമേ ഒരല്പം ഹീലിംഗ് ദൈവാത്മാവ് ചെയ്യുന്നതിനായി സ്തോത്രം. ആ തലവേദന ശക്തമാകുമ്പോൾ വോമിറ്റിംഗ് സെൻസേഷൻ വരെ ഉണ്ടാകും. നരമ്പുകൾ വല്ലാതെ പിടയ്ക്കുന്നത് പോലെ തോന്നും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ അതിൻ്റെ മേലൊരു വിടുതൽ നടക്കുവാൻ, ദൈവവുമായി ഒരു ബന്ധം പുനഃസ്ഥാപിക്കേണ്ടതുണ്ടെങ്കിൽ, നിങ്ങളുടെ തെറ്റുകൊണ്ടാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരുപക്ഷെ പുനഃസ്ഥാപിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ അത് സ്ഥാപിച്ചെടുക്കുവാൻ ശ്രമിക്കുക. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചൊറിച്ചിലുണ്ടാകുക, മാന്തി പറിക്കുന്നത് പോലെ ശക്തിയിൽ ചൊറിഞ്ഞെങ്കിൽ മാത്രമേ ചൊറിഞ്ഞതായി ഫീൽ ചെയ്യത്തുള്ളൂ. ചൊറിഞ്ഞ് പൊട്ടിയതായി ഞാൻ കാണുന്നില്ല, പക്ഷെ ശക്തമായി ബലം പ്രയോഗിച്ച് ചൊറിഞ്ഞെങ്കിൽ മാത്രമേ ചൊറിച്ചിൽ മാറത്തുള്ളൂ. അങ്ങനെ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നവർ ഗാഡ്, ശരീരത്തിൽ ചൊറിയുകയും പൊട്ടുകയും ചെയ്യുന്ന വേറൊരു വ്യക്തി, നോ, ഇറ്റ്സ് എ ഗ്രൂപ്പ്. എൻ്റെ ശബ്ദപരിധിക്കകത്ത് ഒരു 20 പേരിൽ കൂടുതലുണ്ട്. ഞാൻ പറയാൻ പോകുന്ന കേസ്, പറഞ്ഞു കഴിഞ്ഞതല്ല, പറയാൻ പോകുന്ന കേസ്. പൊതുസ്ഥലങ്ങളിൽ വെച്ച് ശരീരം ചൊറിയുവാൻ പ്രയാസമായി ഗുപ്തഭാഗങ്ങളിൽ, വസ്ത്രം ധരിക്കുന്ന ഇടങ്ങളിൽ ഇതുപോലെ ചൊറിഞ്ഞു പൊട്ടുന്നത് കൊണ്ട് എവിടെയെങ്കിലും ആരും കാണാത്ത ഒരിടത്തുനിന്ന് പോയി ഒന്ന് നിന്നിരുന്ന് ചൊറിയുവാൻ വെമ്പൽ കൊള്ളാറുള്ള ഒരു 20-ലധികം വ്യക്തികൾ. പരിശുദ്ധാത്മാവിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, അതൊരു പൈശാചിക പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് പകൽ ഒരു ദൈവശക്തി വ്യാപരിക്കട്ടെ, അത് പ്രൊട്ടക്ഷൻ്റെ ഭാഗമാണ്. മതിലുകളില്ലാത്ത പട്ടണത്തിൽ വന്നത് യെരൂശലേമിൽ മടങ്ങി വന്നത് ആഗ്രഹിച്ച ഇടത്തേക്കാ. പക്ഷേ ഇവിടെ മണമില്ല, പകരം നാറ്റമാ. ഇവിടെ പ്രൊട്ടക്ഷൻ ഇല്ല, മതിലുകൾ പൊളിഞ്ഞു കിടക്കുന്നു, വാതിലുകൾ തീ കൊണ്ട് വെന്ത് കിടക്കുന്നു. ഇടയ്ക്കിടയ്ക്കൊരു പോരാട്ടം, കൂടെ ഒരു പോരാട്ടം. നെഗറ്റീവ് സൈക്കിൾസ് ജീവിതത്തിൽ കൂടെ അടിക്കുക. ഇന്ന് പകലെ പൊളിഞ്ഞ ഭാഗങ്ങളെ തീ മതിലിട്ട് കർത്താവ് അടയ്ക്കേണ്ടതിന്, ഇന്ന് തീ മതിലിട്ട് കർത്താവ് അടയ്ക്കേണ്ടതിന് തുടർന്ന് നാം എഴുന്നേറ്റ് പണിയുക. നിന്ന പാത്രങ്ങളായിരിക്കയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അല്പം കൂടെ ആഴത്തിലേക്ക് ഇറങ്ങുകയാ. കൂടെ ബിസിനസ്സുകൾ പൊളിയുക, കൂടെ വീടിനകത്തൊരു ബഹളമുണ്ടാകുക. മതിലുകൾ പൊളിഞ്ഞു കിടക്കുന്നതിനാൽ അവിടെ ശത്രു കൂടെ ആക്രമിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഒരു തീമതിലിനാൽ ദൈവം ആ ഭാഗങ്ങളെ മറയ്ക്കട്ടെ. ഹേ ശത്രുവേ, അടുക്കരുത്. ഹേ പിശാചേ, അടുക്കരുത്. ഇത് ദൈവസഭയിൽ നിന്ന് ഉയരുന്ന ഒരു കൽപ്പനയാണ്. ഇത് വിശുദ്ധന്മാരുടെ തീരുമാനവും ദൂതന്മാരുടെ ആജ്ഞയുമാണ്. ഹല്ലേലൂയ. ഇത് വിശുദ്ധ
ദൂതന്മാരുടെ ആജ്ഞയും ദൂതന്മാരുടെ തീരുമാനവുമാണ്. ഇന്ന് പകല ജീവിതങ്ങളെ വിട്ടുമാറ് കർത്താവേ. ഒരു ദൈവിക കാവൽ ഞങ്ങൾ അങ്ങയുടെ സഭയ്ക്ക് വേണ്ടി ചോദിക്കുന്നു. ഞാൻ അങ്ങയുടെ ജനത്തിന് വേണ്ടി ചോദിക്കുന്നു. നിത്യനായ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച് സഭയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇതിനോട് ബന്ധപ്പെട്ട ചെറിയവരെയും വലിയവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വിദൂരത്തായി പോയ ചിതറിപ്പോയ ചിലരെ കർത്താവ് മടക്കിക്കൊണ്ടുവരുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടെയും ഇവിടെയും അകപ്പെട്ടു പോയ ചിലതിനെ കർത്താവ് ഈ ദിവസങ്ങളിൽ തിരികെ പൊക്കിക്കൊണ്ടുവരുവാൻ അങ്ങ് അവർക്ക് വേണ്ടി മരിച്ചതാകയാൽ ആത്മാവിൻ്റെ ശക്തിയിൽ ദൈവത്തെ ആരാധിക്കുന്ന ആത്മപ്രമാണത്തിലേക്ക് വരുവാൻ അർഹതയുള്ളതിനെ കർത്താവ് മടക്കിക്കൊണ്ടുവരുവാൻ, പുതുതായി കൊണ്ടുവരുവാൻ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഇന്ന് പകൽ ചില വലിയ വിടുതലുകൾ ചെയ്തതിനായി സ്തോത്രം. തിരുനാമത്തിൻ്റെ മഹത്വം ഞങ്ങൾ പരക്കെ പ്രസ്താവിക്കുന്നു. മഹത്വം അങ്ങേക്ക് മാത്രം. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ.